Hello, good evening. So, welcome to RTP discussion on paper 6A Financial Management for January 2025 attempt. Okay. അപ്പോൾ നമ്മളുടെ ജാൻ 25ലേക്കുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് RTP ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാം എക്സാമിൻ്റെ ഒരു നല്ല പീക്ക് പ്രിപ്പറേഷനിലായിരിക്കും. ആ സമയത്ത് നമുക്ക് RTP നോക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. RTP ആൻഡ് MTP അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു 2-3 ചാൻസിലെ RTP ആൻഡ് MTP കവർ ചെയ്യുന്നത് ഇറ്റ്സ് സൂപ്പർ ഹെൽപ്ഫുൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വളരെ ക്വിക്കായിട്ട് നമുക്ക് എങ്ങനെ RTP ഒന്ന് നോക്കി പോകാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസിൽ ഉള്ള ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുവരെ RTP നോക്കാത്ത ഒരാളെ സംബന്ധിച്ച് വളരെ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ RTPയിലെ ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ നോക്കാം. അതിന് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാർട്ട് കേസ് സെനാരിയോ ആണ്. ഞാൻ ആ കേസ് വായിച്ച് ഫുള്ളി സോൾവ് ചെയ്യാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ഏരിയയിലെ കോൺസെപ്റ്റ് വരുമ്പോൾ ഞാൻ വളരെ ബ്രീഫായിട്ട് ആ കോൺസെപ്റ്റോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പ്ലസ് നമുക്ക് ആ കൺസേൺഡ് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതും നോക്കിപ്പോവാം. ഓക്കെ, സോ ദാറ്റ്സ് അവർ ഐഡിയ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കേസ് സെനാരിയോ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കുറച്ച് ടൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ക്വസ്റ്റ്യൻ. സോ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് അവർ കേസ് സെനാരിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് തന്നെ എക്സ്പെക്ട് ചെയ്യുക. എക്സാമിന് അത്രയും ഈസി ആവണമെന്ന് നിർബന്ധമില്ല. കാരണം MCQ ആയതുകൊണ്ട് തന്നെ അവരത് ഒരു ഈസിലി 15 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു മിനിമം ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും അതിനകത്ത് വരുന്നുണ്ടാവുക. മാത്രമല്ല പല കോൺസെപ്റ്റിൻ്റെ മിക്സ് അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു ഡിവിഡൻഡ് ഡിസിഷൻ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അവർ ഒന്നിലധികം കോൺസെപ്റ്റുകൾ ക്ലബ് ചെയ്യാം. അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ആപ്ലിക്കേഷൻ ഉണ്ടാവാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആപ്ലിക്കേഷൻ ഉണ്ടാവാം, ലെവറേജിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവാം. സോ അവിടെ ഒന്നിലധികം ചാപ്റ്ററുകളിലെ കോൺസെപ്റ്റ് അവർ വളരെ നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെ തിരിച്ചതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ വി ആർ ലക്കി. ബട്ട് എങ്കിലും എക്സ്പെക്ട് ദ വേഴ്സ്. ഓക്കെ, ക്വസ്റ്റിലോട്ട് പോവാം. Samvar Limited, a leading FMCG company having its current presence in more than 150 Tier 1 and Tier 2 cities in India. The stores are operating in the brand name of Goman, competing with Reliance Fresh, Walmart, Big Bazaar and other chains. Owing to the increase in demand from Tier 3 cities and rural area, it is planning for massive expansion and is contemplating to open up additional 50 stores which will have a variety of FMCG products. അപ്പോൾ ഈ കേസ് സെനാരിയോയിലെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വളരെ ലെങ്തി ആയിരിക്കും. അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ നമ്പർ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവും. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വായിച്ച് സമ്മപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തെ ടാസ്ക്. അപ്പോൾ ഇതിൽ കുറേ ജാഗൻസ് കുത്തിക്കയറ്റിയിട്ടുണ്ടാവും, കുറേ കഥ പറഞ്ഞിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അത് വായിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ പത്രമൊക്കെ വായിക്കുന്ന ആളെ സംബന്ധിച്ച് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്തൊരാളാണെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ്, ആരാണ് ഗോമാർട്ട്, ആരാണ് ബിഗ് ബസാർ, ആരാണ് വോൾമാർട്ട്, ഇനി അവരുടെ Tier 1 സിറ്റി എന്താ, Tier 2 സിറ്റി എന്താ, ആ ക്വസ്റ്റ്യൻ ഇതിനകത്ത് റിലവൻസ് എന്താ, ഇത് കണ്ട് പേടിക്കരുത്, പാനിക് ആവരുത്. ജസ്റ്റ് വായിക്കുക. നമുക്ക് അറിയാത്ത ജാഗൻസ് അതിനകത്ത് ഉണ്ടാവാം, അറിയാത്ത ടേംസ് അതിനകത്ത് ഉണ്ടാവാം, അറിയാത്ത സെനാരിയോ അതിനകത്ത് ഉണ്ടാവാം. അത് നിങ്ങളുടെ ക്വസ്റ്റ്യനെ കാര്യമാത്രമായി ഒന്നും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഗതികൾ കണ്ടാൽ അത് പാനിക് ആവാതെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന മാത്രം വായിച്ചാൽ മതി, ജസ്റ്റ് റീഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് പാര സമ്മപ്പ് ചെയ്താൽ ഈ സംവാർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി FMCG കമ്പനിയാണ്. എന്താ FMCG? ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ അവർ ഈ വോൾമാർട്ട് പോലെ 50 സ്റ്റോർ പല സിറ്റിയിലായിട്ട് തുടങ്ങുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കഥ. നെക്സ്റ്റ് പാര. The CFO and his team estimate that the funds needed for massive expansion would be 200 lakh per store. Such funds would be utilized for buying out a space and setting up a store, buying the other required fixed assets, etc. Central government will provide a revenue subsidy of 15% on gross profit if the overall cost of capital does not exceed 10%. അപ്പോൾ നമ്മുടെ CFO എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ മാസീവ് എക്സ്പാൻഷൻ നോക്കാനായിട്ട് അവർ 50 സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ് പ്ലാൻ ചെയ്യണേ. അതിന് 200 lakh പെർ സ്റ്റോർ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, അതായത് 2 crore പെർ സ്റ്റോർ. ഓക്കെ, ഇനി അത് സ്റ്റോർ സെറ്റപ്പ് ചെയ്യാനും ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കാനായിട്ടൊക്കെയുള്ള കോസ്റ്റാണ്. ഇനി സെൻട്രൽ ഗവൺമെൻറ് ഒരു റവന്യൂ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അത് 15% ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. GPയുടെ 15% അവർ റവന്യൂ സബ്സിഡി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ടീഷൻ ഉണ്ട്, ഇഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് 10%. ഇനി
Apart from above, CFO and his team require an estimate on additional capital needed based for the smooth running of fixed assets and its daily operation. Based on their market research, they have collected the other information for each store which is as follows. അപ്പോൾ ഈ ഫിക്സഡ് അസറ്റ്സ് വാങ്ങുന്ന കോസ്റ്റിന് പുറമേ അവർക്ക് അഡീഷണൽ ഫണ്ട് വേണം. ആൻഡ് ദേ റിക്വയർ ആൻ എസ്റ്റിമേറ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ നീഡഡ് ഫോർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോറും ഫിക്സ്ഡ് അസറ്റ്സും ഒക്കെ റൺ ചെയ്യാനായിട്ടുള്ള, സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ടുള്ള അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ് എന്നതിന് അവർക്കൊരു എസ്റ്റിമേറ്റ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ ഈ സംഗതി? നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതായത് ഒരു ബിസിനസ്സിൽ ആകെ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ്, രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഏരിയയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും, രണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും. കാരണം എന്താ? ഈ പറഞ്ഞ റീസൺ ആണ്. ഒരു ബിസിനസ്സിൽ ആകെ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അത് ഒന്ന് ഫിക്സ്ഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതിവിടെ പറഞ്ഞിട്ടുണ്ട് 200 lakh ആണ്. രണ്ട് വർക്കിംഗ് ക്യാപിറ്റലാണ്. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടി നമ്മളവിടെ കീപ്പ് ചെയ്യേണ്ട ക്യാഷാണ്, അല്ലേ? ആ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു എസ്റ്റിമേറ്റ് വേണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നോക്കാം, താഴെ അവർ ഓരോ സ്റ്റോറിനെയും സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻ താഴെ തന്നിട്ടുണ്ട്. ഇനി ആവറേജ് സെയിൽസ് വുഡ് ബി 120 lakh per annum വിത്ത് എ GP ഓഫ് 18%. അപ്പോൾ ഓരോ സ്റ്റോറിൻ്റെ സെയിൽസ് ആണ് പറഞ്ഞേക്കുന്നത് 120 lakh per annum, 1,20 lakh rupees ആണ് ഒരു വർഷത്തെ സെയിൽ. അതിൻ്റെ GP 18% ആണ്. ഇനി കസ്റ്റമേഴ്സ് പേ ത്രൂ ഡിഫറെൻറ്റ് ഡിജിറ്റൽ മോഡ്സ് ആൻഡ് ചാനൽസ് ഇൻക്ലൂഡിങ് POS സിസ്റ്റം. ഇതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് POS സിസ്റ്റം എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ സ്വൈപ്പിംഗ് മെഷീൻ ഇല്ലേ, അതിനെയാണ് POS മെഷീൻ എന്ന് പറയുക. പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയും, POS മെഷീൻ എന്നൊക്കെ പറയും. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് അവർ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വൈപ്പിംഗ് മെഷീൻ, കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീനാണ് ഈ POS സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഡൗട്ട് വരാം, എന്താണ് POS സിസ്റ്റം, ഇനി അതിനകത്ത് എന്താണ് ഇമ്പാക്റ്റ്? ഞാൻ FM പഠിച്ചപ്പോൾ POS സിസ്റ്റം എന്ന് കേട്ടിട്ടില്ലല്ലോ ദൈവമേ. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവണമെന്നില്ല. ഒരു ബേസിക് ഐഡിയ കിട്ടിയാൽ മതി. അപ്പോൾ ഏതെങ്കിലും ടേംസിൽ നിങ്ങൾ സ്ട്രക്ക് ആവുകയാണെങ്കിൽ അതും കൊണ്ടിരിക്കരുത്. അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. ജസ്റ്റ് ഗോ എഹെഡ്, ക്വസ്റ്റ്യൻ വായിച്ചു പോവുക. നിങ്ങൾക്ക് ആൻസർ സോൾവ് ചെയ്യാൻ ആ ഇൻഫർമേഷൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല 90% കേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നു കസ്റ്റമേഴ്സ് പേ ത്രൂ ഡിഫറെൻറ്റ് ഡിജിറ്റൽ മോഡ്. ഗൂഗിൾ പേ ഉണ്ടാവാം, കാർഡ് ഉണ്ടാവാം, അങ്ങനെ പല ഡിജിറ്റൽ മോഡിൽ കൂടെയാണ് അവർ പേ ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് POS സിസ്റ്റം, നമ്മുടെ മെഷീനും ഉണ്ട്. വിച്ച് ജനറലി ടേക്സ് അപ്രോക്സിമേറ്റ് 9 days ഫോർ ദ ഫണ്ട്സ് ടു ഗെറ്റ് ക്രെഡിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണ്? ഈ POS മെഷീൻ ഉപയോഗിച്ചാൽ ഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവണമെങ്കിൽ 9 ദിവസത്തെ ഡിലേ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് പ്രാക്ടിക്കൽ സെൻസ് കൂടെ വേണ്ട ഒരു സാധനമാണ്. അതായത് നമ്മുടെ മെഷീനകത്ത് നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുമല്ലോ, സ്വൈപ്പിംഗ് മെഷീനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു. ആക്ച്വലി ആ കാർഡ് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് അടച്ചാൽ ആ സെക്കൻഡിൽ തന്നെ ഫണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവത്തൊന്നുമില്ല. അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് ടൈം ഉണ്ടാവും. 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം എടുക്കും. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു വെക്കുന്ന പോലെ 9 ദിവസത്തെ ഡിലേ ഒന്നും വരില്ല. യൂഷ്വലി പ്രാക്ടിക്കലി 1 or 2 days ഡിലേ പ്രാക്ടിക്കലായിട്ട് വരാറുണ്ട്. അതായത് നമ്മൾ മെഷീനകത്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ ഫണ്ട് നമ്മുടെ മെർച്ചൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം എടുക്കും. 1 ദിവസത്തെയോ 2 ദിവസത്തെയോ ഡിലേ വരാറുണ്ട്. ഇവിടുത്തെ കേസിൽ അത് 9 days ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്താ? നമുക്ക് ഇന്ന് സെയിൽ നടന്നാൽ 9 days കഴിഞ്ഞ് ഫണ്ട് കിട്ടും. 15% ഓഫ് ദ കസ്റ്റമേഴ്സ് യൂസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ് ടു മേക്ക് ദ പേയ്മെൻറ്റ്. അപ്പോൾ അവിടുത്തെ കേസ്, അവിടുത്തെ നമ്മുടെ മൊത്തം സെയിൽസിൻ്റെ 15% കസ്റ്റമേഴ്സാണ് ഈ കാർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊത്തം സെയിൽസ് ഇതുപോലെ 9 day ഡിലേ ആവുന്നില്ല. 15% ഓഫ് ദ സെയിൽ 9 days ഡിലേ ആവുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാളിംഗ് POS സിസ്റ്റം കംസ് വിത്ത് എ ഫീ ഓഫ് 2% ഓഫ് ദ ടോട്ടൽ സെയിൽസ് ത്രൂ POS. അപ്പോൾ ഈ മെഷീൻ വെക്കുന്നതിന് ചിലവുണ്ട്. ഇപ്പോൾ ഈ മിക്ക നമ്മളിപ്പോൾ കടകളിൽ ചെന്നാലും ആ കടക്കാരൊക്കെ നമ്മൾ കാർഡ് എടുത്ത് കൊടുക്കുമ്പോൾ അവർ പറയും കാർഡാണോ, ഗൂഗിൾ പേ ഇല്ലേന്ന് ചോദിക്കും. നിങ്ങൾ പ്രാക്ടിക്കലി ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഈ കാർഡ് സ്വൈപ്പ് ചെയ്താൽ ഈ നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന ഫുൾ എമൗണ്ട് നമ്മുടെ മെർച്ചൻറ്റിന് കിട്ടത്തില്ല. ഓക്കെ, നമ്മൾ കാർഡ് ത്രൂ 1000 രൂപ അക്സെപ്റ്റ് ചെയ്താൽ 1000 രൂപ ആ കടക്കാരന് കിട്ടില്ല. അതിൽ നിന്ന് ബാങ്ക് ചാർജ് ഈടാക്കും. ഒരു 2 to 3% ബാങ്ക് ചാർജ് കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ട് മാത്രമേ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടൂ. എന്നാൽ ഗൂഗിൾ പേ ആണെങ്കിലോ ഫുൾ എമൗണ്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ കടകളിൽ കയറുമ്പോൾ മിക്ക കടക്കാരും നിങ്ങളോട് കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാർഡ് ഗൂഗിൾ പേ ഇല്ലേന്ന് ചോദിക്കുന്നത്. അത് അവർക്ക് ഗൂഗിൾ പേയുടെ സ്നേഹം കൂടിയിട്ടല്ല, മറിച്ച് കാർഡ് എടുത്താൽ അവിടെ ചാർജ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ കേസിലും അതാണ് പ്രശ്നം. നമ്മുടെ സ്റ്റോറിൽ വരുന്ന മൊത്തം സെയിൽസിൻ്റെ 15% ക്രെഡിറ്റ് കാർഡ് സെയിലാണ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സെയിലാണ്. ആ സെയിൽസിന് 2% ഓഫ് ദ സെയിൽസ് വാല്യൂ നമ്മൾ എന്തായിട്ട് കൊടുക്കേണ്ടി വരും? ചാർജ് ആയിട്ട്, ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. നമ്മളെ സംബന്ധിച്ച് ഒരു അഡീഷണൽ കോസ്റ്റ് അല്ലേ?
അപ്പോൾ നമുക്ക് എത്ര രൂപ അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ട്? നമ്മുടെ മൊത്തം സെയിൽ 1,20 lakh rupees ആണ്. അതിൻ്റെ 15% ആണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സെയിൽ എന്ന് പറയുന്നത്. ആ സെയിൽസിൻ്റെ 2% നമുക്ക് എന്തായിട്ട് പോവും? ഈ ബാങ്കിൻ്റെ ചാർജ് അല്ലെങ്കിൽ കമ്മീഷനായിട്ട് പോവും. ഓക്കെ, ഇനി ബീങ് എ FMCG ഔട്ട്ലെറ്റ്, ഇൻവെൻട്രീസ് ഓഫ് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് നീഡ് ടു ബി കെപ്റ്റ്. അപ്പോൾ പല പ്രോഡക്ട്സ് നമ്മൾ വെക്കേണ്ടി വരും. നമുക്കറിയാം FMCG എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും? നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാവും അല്ലേ? ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഹാവ് ഡിഫറെൻറ്റ് സ്റ്റോറേജ് പീരീഡ്. However, primarily products are classified into 3 broad categories: durable, semi-durable, and perishable. Perishable products comprises 60% of sales, whereas semi-durable is 25% and balance is for durable products. അപ്പോൾ നമ്മുടെ മൊത്തം പ്രോഡക്ട്സിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന മൊത്തം പ്രോഡക്ട്സിനെ അവർ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതാണ് ഡ്യൂറബിൾ, സെമി ഡ്യൂറബിൾ ആൻഡ് പെരിഷബിൾ. അപ്പോൾ ഡ്യൂറബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് കൂടുതലുള്ള പ്രോഡക്റ്റ്സ് ആണ്. സെമി ഡ്യൂറബിൾ കുറച്ച് ലൈഫുള്ള പ്രോഡക്റ്റാണ്. പെരിഷബിൾ എത്രയും പെട്ടെന്ന് ചീത്തയാവുന്ന ഫിഷ്, പിന്നെ വെജിറ്റബിൾസ് തുടങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ അവർ മൊത്തം പ്രോഡക്ട്സിനെ 3ആയിട്ട് അങ്ങ് ക്ലാസിഫൈ ചെയ്തു. നമ്മളുടെ മൊത്തം സെയിൽസിൻ്റെ 60% പെരിഷബിൾ പ്രോഡക്ട്സ് ആണ്. ഓക്കെ, സെമി ഡ്യൂറബിൾ 25% ആണ്. അപ്പോൾ 60 + 25 85% ആയി. ബാക്കി എത്ര ഉണ്ട്? 15% ഉണ്ട്. അത് ഡ്യൂറബിൾ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഡ്യൂറബിലിറ്റി ഉള്ള ലൈഫുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് 15% ആണ്. ഇനി ഓരോരുത്തരുടെയും സ്റ്റോറേജ് പീരീഡ് പറയുന്നുണ്ട്. അവിടെ പെരിഷബിൾ, സെമി ഡ്യൂറബിൾ ആൻഡ് ഡ്യൂറബിൾ പ്രോഡക്ട്സ് ആർ 10 days, 30 days ആൻഡ് 60 days റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഓരോരുത്തരുടെയും സ്റ്റോറേജ് പീരീഡ് എത്രയൊക്കെയാണ്? പെരിഷബിൾ പ്രോഡക്റ്റിന് 10 days ആണ് സ്റ്റോറേജ് പീരീഡ്. എന്ന് വെച്ചാൽ വാങ്ങിച്ചാൽ 10 ദിവസത്തിനകത്ത് ഇത് യൂസ് ചെയ്ത് തീർക്കണം. അത്രയും ദിവസത്തെ സാധനങ്ങൾ മാത്രമേ നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുള്ളൂ. അടുത്ത സെമി ഡ്യൂറബിൾ ആണെങ്കിൽ 30 daysലേക്കുള്ളത് സ്റ്റോക്ക് ചെയ്യും. ഡ്യൂറബിൾ ആണെങ്കിൽ 60 daysലേക്കുള്ളത് നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. സപ്ലൈസ് ഓഫ് ദീസ് പ്രോഡക്ട്സ് പ്രൊവൈഡ് എ ക്രെഡിറ്റ് പീരീഡ് ഓഫ് ആവറേജ് 30 days. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ തരുന്ന സപ്ലൈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് 30 days നമുക്ക് ക്രെഡിറ്റ് പീരീഡ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് പീരീഡ്, ക്രെഡിറ്റ് പീരീഡ്, അത് കോസ്റ്റ്, ഇതൊക്കെ എന്തുമായി കണക്ട് ചെയ്തിട്ടുള്ള സംഗതികളാണ്? നമുക്കറിയാം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. കാരണം അവിടെയാണ് നമ്മൾ ഓരോരുത്തരുടെയും സ്റ്റോറേജ് പീരീഡ് യൂസ് ചെയ്തിട്ടുള്ളത്, ഓരോരുത്തരുടെയും പിന്നെ എത്ര ദിവസമാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ എവിടെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈച്ച് സ്റ്റോർ വിൽ എംപ്ലോയ് അറൗണ്ട് 20 personnel ഓഫ് എ ഡിഫറെൻറ്റ് ഹൈറാർക്കി ആൻഡ് മന്ത്ലി ആവറേജ് സെയിൽസ് ടു സ്റ്റാഫ്സ് ഫോർ ഈച്ച് സ്റ്റോർ ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 4 lakh per month. നമ്മുടെ ഓരോ സ്റ്റോറിലും 20ഓളം സ്റ്റാഫ് ഉണ്ട്. ആ എല്ലാവർക്കും കൂടെ ചേർന്ന് ആവറേജ് സാലറി എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ പെർ മന്ത് ആണ്. ഒരു മാസം 4 ലക്ഷം രൂപയുടെ സാലറിയാണ് വരുന്നത്. കമ്പനി വിൽ പേ എംപ്ലോയീസ് ഡ്യൂസ് ഓൺ 1st of next month. അപ്പോൾ നമ്മുടെ കമ്പനി എംപ്ലോയീസിൻ്റെ ഡ്യൂസ് എന്നാ ക്ലിയർ ചെയ്യുക? 1st of next month ആണ്. പിറ്റേ മാസം 1-ാം തീയതിയാണ് നമ്മളവിടെ എംപ്ലോയീസിൻ്റെ സാലറി സെറ്റിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ സാലറിയുടെ പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു മാസമാണ്. ഇനി സംവർ ലിമിറ്റഡ് പ്ലാൻസ് ടു കീപ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് ഇൻ ഹാൻഡ് ആസ് സജസ്റ്റഡ് ബൈ ബൗമൽസ് മോഡൽ. അപ്പോൾ നമ്മുടെ സംവാർ ലിമിറ്റഡ് ക്യാഷ് കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ബൗമൽ മോഡൽ അനുസരിച്ചാണ്. ബൗമൽ മോഡൽ ഏതാ? നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വില്യം ജെ ബൗമൽ മോഡൽ അല്ലെങ്കിൽ EOQ മോഡൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ EOQ മോഡൽ പ്രകാരം എത്ര ക്യാഷ് ആണോ കീപ്പ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എക്സസ് ക്യാഷ് ബാലൻസ് ഇഫ് എനി വിൽ ബി ഇൻവെസ്റ്റഡ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റി വിച്ച് വിൽ ജനറേറ്റ് എ റിട്ടേൺ ഓഫ് 12% per annum. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞുള്ള എക്സസ് ക്യാഷ്, ഈ മിനിമം ക്യാഷ് കീപ്പ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് ക്യാഷ് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? മാർക്കറ്റബിൾ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിൻ്റെ റിട്ടേൺ 12% ആണ്. The total disbursement for the year is estimated at rupees 1,50,000 per month with a transaction cost of 20 per transfer to the disbursement account. ഇത് നമ്മുടെ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് കാണാനായിട്ടുള്ള ഡേറ്റയാണ്. നമുക്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 12% ആണ്. ഒരു മാസത്തെ ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 1,50,000 rupees ആണ്. പിന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 20 rupee per transfer ആണ്. അതായത് ഓരോ തവണയും മാർക്കറ്റബിൾ സെക്യൂരിറ്റി സെല്ല് ചെയ്ത് നമ്മുടെ ക്യാഷ് ആക്കി മാറ്റാനായിട്ടുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 20 per transfer ആണ്. EOQ കാണാനായിട്ടുള്ള ഡേറ്റയാണ്. നമുക്ക് നോക്കാം. ഇനി ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ വിത്ത് ഡെറ്റ് ഇക്വിറ്റി ഓഫ് 2:1 ഹാസ് ബീൻ പ്രൂവൺ ഐഡിയൽ ഫോർ റേസിംഗ് ഫിനാൻസ് ആൻഡ് കമ്പനി വിഷസ് ടു ഫോളോ ദ സെയിം പാറ്റേൺ ഫോർ ദ അഡീഷണൽ ഫണ്ട്സ് റിക്വയർഡ് ഫോർ E2. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അവർ പറയുന്നുണ്ട് 2:1 ആണ് നമ്മുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തം ഫണ്ട് വേണ്ടതിൻ്റെ 2/3 നമ്മൾ ഡെറ്റായിട്ടും 1/3 നമ്മൾ ഇക്വിറ്റി ആയിട്ടും റേസ് ചെയ്യും. ഓക്കെ, ആൻഡ് കമ്പനി വിഷസ് ടു ഫോളോ ദ സെയിം പാറ്റേൺ. അവർ അത് തന്നെയാണ് ഫോളോ ചെയ്യാനായിട്ടും തീരുമാനിച്ചിരിക്കുന്നത്. ട്രേഡ് ക്രെഡിറ്റ് ക്യാൻ ഓൾസോ ബി യൂട്ടിലൈസ് ഫോർ ഫിനാൻസിങ് ദ എക്സ്പാൻഷൻ നീഡ്സ്. അവർ പറയുന്നു ട്രേഡ് ക്രെഡിറ്റ് നമുക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. എന്തിനാ? ഫോർ ഫിനാൻസിങ് ദ എക്സ്പാൻഷൻ നീഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ട്രേഡ് ക്രെഡിറ്റ്?
നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ സപ്ലൈസ് നമുക്ക് തരുന്ന ക്രെഡിറ്റ് പീരീഡിനെയാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുക. നമ്മുടെ റോ മെറ്റീരിയലോ ഫിനിഷ്ഡ് ഗുഡ്സോ വാങ്ങുമ്പോൾ നമ്മുടെ സപ്ലൈസ് നമുക്ക് ക്രെഡിറ്റ് പീരീഡ് തരാറുണ്ടല്ലോ. ആ ക്രെഡിറ്റ് പീരീഡിനെയാണ് നമ്മൾ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുക. അപ്പോൾ ആ ട്രേഡ് ക്രെഡിറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനി the cost of raising debt and equity for each store is as per the slabs as under. അപ്പോൾ നമ്മുടെ ഓരോന്നിൻ്റെയും ഡെറ്റിൻ്റെ കോസ്റ്റും ഇക്വിറ്റിയുടെയും കോസ്റ്റ് അവർ തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ലാബ് അനുസരിച്ചാണ് പറഞ്ഞേക്കുന്നത്. അവിടെ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഉണ്ട്, മിനിമം റേറ്റ് എക്സ്പെക്റ്റഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ് ടു 80 lakh 10% and 12.5%. എബോവ് 80 lakh but up to 50 lakh 11.5% and 13.5%. And above 150 lakh and up to 250 lakh 12% 14%, above 250 lakh 13.5% and 15%. അപ്പോൾ നമ്മുടെ മൊത്തം ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഓരോ സ്ലാബ് അനുസരിച്ച് കോസ്റ്റ് മാറുകയാണ്. പക്ഷെ ഇവിടെ സ്ലാബ് അനുസരിച്ച് കോസ്റ്റ് മാറുന്നത് ഡെറ്റിൻ്റെ മാത്രമല്ല, ഡെറ്റിൻ്റെയും ഇക്വിറ്റിയുടെയും കോസ്റ്റ് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ കോസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 80 ലക്ഷം രൂപയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഇക്വിറ്റിയുടെ കോസ്റ്റ് 12.5 ആണ്. 80 മുതൽ 150 വരെ അനദർ 70 lakh റുപ്പീസ് വരുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ്, ഡെറ്റിൻ്റെ കോസ്റ്റ് 11.5%, ഇക്വിറ്റിയുടെ കോസ്റ്റ് 13.5%. പിന്നെ എബോവ് 150 ആൻഡ് അപ് ടു 250 lakh അനദർ 100 lakhൻ്റെ കോസ്റ്റ് ഉണ്ട്. എബോവ് 250 lakhൻ്റെ കോസ്റ്റ് ഉണ്ട്. നമുക്ക് നോക്കാം. It means that up to 80 lakh of the project cost, company can raise debt at 10% and equity at 12.5% and so on. അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ടു ദ കോർപ്പറേറ്റ് ഈസ് 25%. നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് 25% ആണ്. ഇനി ബേസ്ഡ് ഓൺ എബോവ് ഡീറ്റെയിൽ കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഫോർ ഈ സ്റ്റോർ. അപ്പോൾ നമ്മൾ നേരെ കഥ കഴിഞ്ഞു ക്വസ്റ്റ്യനിലോട്ട് കയറുകയാണ്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റ വെച്ചിട്ട് എന്തൊക്കെയാണ് കാണണ്ടേ? ഒന്ന്, ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് കാണും? നമ്മുടെ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് ആസ് പെർ വില്യം ജെ ബോമൽ മോഡൽ നമുക്കറിയാം. എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 2AO/C ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 2AO ഡിവൈഡഡ് ബൈ C. അപ്പോൾ അതിൽ 2 ഇൻറ്റു A ആനുവൽ ക്യാഷ് റിക്വയർമെൻ്റ് ആണ്. എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത് ആനുവൽ ക്യാഷ് റിക്വയർമെൻറ്റ്? അവർ പറഞ്ഞത് മന്ത്ലി 1,50,000 റുപ്പീസ് ഡിസ്പേഴ്സ് ചെയ്യും എന്നാണ് പറഞ്ഞത്. 1,50,000 പെർ മന്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1,50,000 ഇൻറ്റു 12 ഇതല്ലേ ഒരു വർഷത്തെ ക്യാഷ്. അപ്പോൾ 2 ഇൻറ്റു ആനുവൽ ക്യാഷ് റിക്വയർമെൻറ്റ് 18 lakh ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ്. എന്താ ഓർഡറിങ് കോസ്റ്റ്? ഓരോ തവണയും നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. അത് 20 പെർ ട്രാൻസ്ഫർ ആണ്. ഡിവൈഡഡ് ബൈ C ക്യാരിയിങ് കോസ്റ്റ് പെർ റുപ്പി പെർ ആനം. 1 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള ക്യാരിയിങ് കോസ്റ്റ് ആണ്. അത് 12% എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 രൂപയുടെ 12% 0.12 റുപ്പി. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ എത്ര വരിക? 2 ഇൻറ്റു 18 lakh ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 0.12. അതിൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 60 crore ആണെന്ന് തോന്നുന്നു. യെസ്, 60 crore സ്ക്വയർ റൂട്ട് 24,495 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 24,495 എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ D അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ D ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? D ആണ്, 24,495 റുപ്പീ. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഗ്രോസ് ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ ദ നെക്സ്റ്റ് ഇയർ വുഡ് ബി. അവിടുത്തെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കാണാം. എന്താ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ? കറണ്ട് അസറ്റിൻ്റെ ടോട്ടലാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലോ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അവിടുത്തെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യണം, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യണം. അതിനാദ്യം എന്ത് വേണം? മൊത്തം വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? വർക്കിംഗ് നോട്ട്സ് സ്റ്റാർട്ട് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ MCQ ആൻസർ ചെയ്യാനായിട്ട് OMR ഷീറ്റ് ആദ്യം തരും. പക്ഷേ ഇതിൻ്റെയൊക്കെ വർക്കിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മെയിൻ ബുക്ക്ലെറ്റ് യൂസ് ചെയ്യാം. മെയിൻ ബുക്ക്ലെറ്റിനകത്ത് MCQ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വർക്കിങ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യാം. അത് നീറ്റായിട്ടും അതിൻ്റെ ഇത് കൊടുക്കണം നിർബന്ധമില്ല. കാരണം ആഫ്റ്റർ ഓൾ MCQ മാത്രമാണ് വാല്യുവേഷന് പോകുന്നത്. അപ്പോൾ MCQനകത്ത് ഒരു ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, OMRനകത്ത് ഒരു ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. നിങ്ങളത് എങ്ങനെ അറൈവ് ചെയ്തു എന്നുള്ളതിന് പ്രത്യേകിച്ച് വലിയ റിലവൻസ് ഒന്നുമില്ല. പക്ഷേ ഇത് ചെയ്ത് നോക്കാതെ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ മെയിൻ ബുക്ക്ലെറ്റ് തന്നെ യൂസ് ചെയ്യാം. വർക്കിംഗ് നോട്ട്സ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്താൽ മതി.
ക്വസ്റ്റ്യൻ നമ്പർ 1 ഇട്ടിട്ട് അതിൻ്റെ വർക്കിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ആൻസർ ചെയ്യാം. അവരത് മെയിൻ ആൻസർ ഷീറ്റിനകത്ത് അത് വാല്യൂ ചെയ്യത്തില്ല, അത് വിട്ടോളും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മെയിൻ ബുക്ക്ലെറ്റ് തന്നെ യൂസ് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് നോട്ട്സ് കാണിക്കാം. ആ വർക്കിംഗ് നോട്ട്സിന് വലിയ റിലവൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ MCQവിൽ ചൂസ് ചെയ്ത ആൻസർ റോങ് ആണെങ്കിൽ യു വോണ്ട് ഗെറ്റ് എനി സ്റ്റെപ്പ് മാർക്ക് ഫോർ യുവർ വർക്കിംഗ് നോട്ട്സ്. ഈ MCQവിൻ്റെ കേസിൽ ബാക്കി ഡിസ്ക്രിപ്റ്റീവിന് കിട്ടും, ഇതിൻ്റെ കേസിൽ സ്റ്റെപ്പ് മാർക്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് എങ്ങനെ വർക്കിംഗ് നോട്ട് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് വലിയ റിലവൻസ് ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്യണം. എങ്ങനെ അസസ് ചെയ്യാം? വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ഐറ്റംസ് എന്തൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ആദ്യം കറണ്ട് അസറ്റ്സിനകത്ത് ഒന്നാമത്തെ ഐറ്റം നമ്മൾ ഈ നോർമലി എടുക്കുന്ന റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ ഡെറ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ റോ മെറ്റീരിയൽ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. കാരണം റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസ്സും ഉണ്ടാവില്ല. കാരണം ഇത് മാനുഫാക്ചറിങ് അല്ല, മറിച്ച് ട്രേഡിംഗ് ആണ്. ഒരു സ്റ്റോർ അല്ലേ, നമ്മളൊരു FMCGയുടെ സ്റ്റോർ അല്ലേ നടത്തുന്നത്. അപ്പോൾ ഈ സ്റ്റോറിനകത്ത് എന്ത് റോ മെറ്റീരിയൽ ഉണ്ടാവുക? നമുക്ക് റോ മെറ്റീരിയൽ ഉണ്ടാവില്ല, വർക്ക് ഇൻ പ്രോഗ്രസ്സും ഉണ്ടാവില്ല. പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ ഫിനിഷ്ഡ് ഗുഡ്സിനകത്ത് എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, അവർ നമ്മുടെ പ്രോഡക്റ്റിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊത്തം പ്രോഡക്റ്റിനെയും സെമി ഡ്യൂറബിൾ, പെരിഷബിൾ എന്ന് പറഞ്ഞിട്ട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും സ്റ്റോറേജ് പീരീഡ് നമുക്ക് തന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവരുടെ കോസ്റ്റാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഫിനിഷ് ഗുഡ്സ് നമ്മൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് GP തന്നിട്ടുണ്ട്, സെയിൽസും തന്നിട്ടുണ്ട്. ആ സെയിൽസിൽ നിന്ന് GP മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കറക്റ്റ് അല്ലേ? ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഇവരുടെ കോസ്റ്റ് എന്ന് പറയാം. നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണെങ്കിലും, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണെങ്കിലും, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്തപ്പോൾ അവിടെ എല്ലാം പ്രൊഡക്ഷൻ നടക്കുന്ന കമ്പനിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്തിട്ടുള്ളത്. ഒരു ട്രേഡിംഗ് എൻറ്റിറ്റിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ അസസ് ചെയ്തിട്ടില്ല. അപ്പോൾ ട്രേഡിംഗ് എൻറ്റിറ്റി വരുമ്പോഴുള്ള പ്രത്യേകത എന്താ? അവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ല, റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ആകെയുള്ള ഐറ്റം ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണോ അതാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ ഡ്യൂറബിളിൻ്റെയും സെമി ഡ്യൂറബിളിൻ്റെയും ഒന്നും കോസ്റ്റ് ഓരോരുത്തരുടെയും കോസ്റ്റായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ നമുക്കുള്ള ഇൻഫർമേഷൻ എന്താണ്? നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയാം, അത് 120 lakh ആണ്. അതിൻ്റെ GP 18% ആണ്. അപ്പോൾ ഈ സെയിൽസ് എന്ന് പറയുന്നത് മൊത്തവും ഈ 3 പ്രോഡക്റ്റ് ചേരുന്ന സെയിലല്ലേ? ഇതൊരു സ്റ്റോറാണ്. ആ സ്റ്റോറിൽ 3 ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്, ഡ്യൂറബിൾ, സെമി ഡ്യൂറബിൾ ആൻഡ് പെരിഷബിൾ. ഈ 3 ഐറ്റത്തിൻ്റെയും കൂടെ സെയിൽ ചേരുന്നതല്ലേ നമ്മുടെ മൊത്തം സെയിൽ എന്ന് പറയാം. ആ സെയിൽസിനകത്ത് നിന്ന് GP മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതായത് നമ്മളുടെ പർച്ചേസ് പ്രൈസ് എത്ര എന്നുള്ളത് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് 120 lakh ആണ് നമ്മളുടെ ആനുവൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഫിനിഷ് ഗുഡ്സിൻ്റെ കോസ്റ്റിലോട്ട് എത്തുന്നതിന് മുമ്പ് വർക്കിംഗ് നോട്ട്സിൽ തന്നെ പോവുകയാണ്. നമ്മളുടെ സെയിൽസ് 120 lakh ആണ്, 1,20 lakh rupees ആണ്. അതിൽ നിന്ന് നമുക്ക് നേരെ GP മൈനസ് ചെയ്യാം. GP 18% ആണ്. അപ്പോൾ 1,20 lakhൻ്റെ 18% ആണ് GP. പോയിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. 1,20 lakh മൈനസ് 21,60,000, 98,40,000. ഇനി ഈ സെയിൽസിനകത്ത് ഓരോരുത്തരുടെയും ക്വാണ്ടിറ്റി എത്ര വീതമാണെന്ന് അവർ പറയുന്നുണ്ട്. പെരിഷബിൾ പ്രോഡക്ട്സ് കംപ്രൈസ് 60% ഓഫ് സെയിൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പെരിഷബിൾ ഗുഡ്സിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഈ പറയുന്ന 60% ആയിരിക്കത്തില്ലേ? അതായത് 59,04,000 ആയിരിക്കും പെരിഷബിൾ പ്രോഡക്ട്സിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി സെമി ഡ്യൂറബിൾ 25% ആണ്. അപ്പോൾ സെമി ഡ്യൂറബിളിൻ്റെ കേസ് 25% ആണ്. അപ്പോൾ നമ്മുടെ മൊത്തം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 25% ആണ് പെരിഷബിളിൻ്റെ, സെമി ഡ്യൂറബിളിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയാം. ആൻഡ് ഫൈനലി ഡ്യൂറബിളിൻ്റെ കോസ്റ്റ് ഇതെന്ന് പറയുന്നത് 15% ആണ്. കാരണം പെരിഷബിൾ 60% ആയിരുന്നു. അപ്പോൾ 60 ഇതും കൂടെ ആയപ്പോൾ 85 ആയി. ഇനി ബാലൻസ് ഉള്ളത് 15% ആണ്. അപ്പോൾ നമ്മുടെ മൊത്തം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 15% എടുത്താൽ ഡ്യൂറബിളിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഓരോരുത്തരുടെയും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയി. ഇനി ഇവരുടെ സ്റ്റോറേജ് പീരീഡ് എത്രയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഓരോരുത്തരുടെയും സ്റ്റോറേജ് പീരീഡ് എന്ന് പറയുന്നത് നമ്മളുടെ പെരിഷബിളിൻ്റെ കേസിൽ അത് 10 days ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 10/360 ആയിരിക്കത്തില്ലേ നമ്മളുടെ പെരിഷബിൾ പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുക. കാരണം 10 ദിവസമാണ് സ്റ്റോറേജ് പീരീഡ്. അപ്പോൾ ഈ പെരിഷബിൾ ഗുഡ്സിൻ്റെ മൊത്തം കോസ്റ്റ് എന്ന് പറയുന്നത് 59,04,000 ആണ്, ഒരു വർഷത്തെ കോസ്റ്റ്. ആ ഒരു വർഷത്തെ കോസ്റ്റ് 59,04,000 ആണെങ്കിൽ 10 daysലേക്കുള്ള കോസ്റ്റ് എടുത്താൽ നമുക്ക് 10 ദിവസത്തെ സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടത്തില്ലേ?
നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് എങ്ങനെയാണ് യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എടുക്കും, ടോട്ടൽ കോസ്റ്റ് എടുക്കും. അപ്പോൾ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റിൽ എടുക്കും. ഇനി നമ്മുടെ ഡെറ്റേഴ്സ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിൽ എടുക്കും. അതേ ഇൻറ്റു എത്രയാണോ സ്റ്റോറേജ് പീരീഡ്, 10 days ആണെങ്കിൽ ഇൻറ്റു 10/360, 50 days ആണെങ്കിൽ 50/360. ഇങ്ങനെയല്ലേ നമ്മൾ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ 59,04,000 ആണ്. ഇൻറ്റു 10/360 ചെയ്താൽ നമുക്ക് പെരിഷബിളിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. അടുത്ത സെമി ഡ്യൂറബിളിൻ്റെ കേസിൽ അവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് സെമി ഡ്യൂറബിളിന് 30 days ആണ്. അപ്പോൾ ഇൻറ്റു 30/360, സോ 24,60,000 ഇൻറ്റു 30/360. ലാസ്റ്റ് ഡ്യൂറബിൾ ആണ്. ഡ്യൂറബിളിൻ്റെ കേസിൽ അത് 60 days ആണ്. അപ്പോൾ ഇൻറ്റു 60/360. അപ്പോൾ ഇൻറ്റു 60/360 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂറബിളിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മളുടെ ടോട്ടൽ ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുക. കറണ്ട് അസറ്റ്സിനകത്ത് നമ്മുടെ ടോട്ടൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ എത്ര രൂപയായിരിക്കും? 6,15,000 rupees ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ആൻസറോട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പോവാം. നമ്മളുടെ ആദ്യത്തെ ആൻസർ കറക്റ്റാണ്, 24,495. ഇനി നമ്മളുടെ കറണ്ട് അസറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ടോട്ടൽ ഇൻവെൻട്രി വാല്യൂ 6,15,000 rupees ആണ്. അതിൻ്റെ ബ്രേക്കപ്പ് ഒരു വർക്കിംഗ് നോട്ട് നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് നോട്ട് നമ്പർ 1 ഇതേപോലെ അവർ ഓരോരുത്തരുടെയും വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. 1,64,000, 2,05,000, 2,46,000 എല്ലാം കൂടെ ചേരുമ്പോൾ 6,15,000 rupees ആണ് നമ്മുടെ ടോട്ടൽ ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ്സിനകത്ത് ഒന്നാമത്തെ മേജർ ഐറ്റം ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ആ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തത്. രണ്ടാമത്തെ മേജർ ഐറ്റം എന്ന് പറയുന്നത് റിസീവബിൾസ് ആണ്. റിസീവബിൾസിൻ്റെ കേസിൽ എങ്ങനെ എടുക്കാം? റിസീവബിൾസിൻ്റെ കേസിൽ അവരെങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ? ഇതൊരു FMCG പ്രോഡക്റ്റ് ആണ്, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആണ്, ഒരു സ്റ്റോറാണ്. അവിടെ എന്താണ് റിസീവബിൾ ആയിട്ടുള്ളത്? സെയിൽസിന് റിസീവബിൾ വരുമോ? നോർമൽ കേസിൽ വരത്തില്ല. നമ്മൾ വോൾമാർട്ടിൽ പോയാൽ നമുക്ക് കടം കിട്ടും, ലുലുമോളിൽ പോയാൽ നമുക്ക് കടം കിട്ടും. ലുലുമോൾ ഒരു FMCG ആണ്. ലുലുമോളിൻ്റെ ഗ്രോസറി സെക്ഷൻ എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു FMCG സെക്ഷനാണ്. അവിടെ പോയാൽ നമുക്ക് ആർക്കെങ്കിലും കടം കിട്ടും? ഒരാൾക്കും കടം കിട്ടില്ല. അപ്പോൾ അവിടെ കടം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ല, മൊത്തം ക്യാഷ് സെയിലാണ്. കാരണം എല്ലാവരും സ്പോട്ടിൽ ക്യാഷ് പേ ചെയ്യും. പക്ഷേ ഇവരുടെ കേസിൽ ക്യാഷ് സെയിൽ ആണെങ്കിൽ കൂടെ ഒരു റിസീവബിൾ ഉണ്ട്. അതെന്താ? അത് മറ്റേ സ്വൈപ്പിംഗ് മെഷീൻ്റെ കേസാണ്. അവിടെ സ്വൈപ്പിംഗ് മെഷീനകത്ത് 15% ഓഫ് ദ കസ്റ്റമേഴ്സ് ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അതിന് 9 ദിവസത്തെ ഡിലേ വരുന്നുണ്ട്. 9 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് അവിടെ എന്ത് കണക്കാക്കാം? റിസീവബിൾസ് കണക്കാക്കാം. അപ്പോൾ എങ്ങനെയാണ് റിസീവബിൾസിൻ്റെ വാല്യൂ വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്യാൻ എടുക്കുന്നത്? കോസ്റ്റിലാണ്. എന്താണ് കോസ്റ്റ്? കോസ്റ്റ് ഓഫ് സെയിലാണ്. എന്താ കോസ്റ്റ് ഓഫ് സെയിൽ? നമ്മുടെ സെയിൽ 120 lakhs GP മൈനസ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് കിട്ടും. അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇന്നേ വേ ഉണ്ട്. എന്താ സംഭവം? കാരണം നമ്മുടെ POS മെഷീന് ഒരു 2% ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്താ സെല്ലിംഗ് എക്സ്പെൻസ്? കാരണം സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അവിടെ POS മെഷീൻ ഉണ്ടെങ്കിൽ, സ്വൈപ്പ് മെഷീൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ തവണ സ്വൈപ്പ് ചെയ്യുമ്പോഴും ആ സ്വൈപ്പ് ചെയ്യുന്നതിൻ്റെ 2% നമ്മൾ ചാർജ് ആയിട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതൊരു അഡീഷണൽ കോസ്റ്റ് അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസിൽ വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്യണ്ടേ? എന്താ ഇവിടുത്തെ സെല്ലിംഗ് എക്സ്പെൻസ്? ഈ POS മെഷീൻ്റെ കോസ്റ്റ് ആണ് സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടുക. ആ കോസ്റ്റ് ഓഫ് സെയിൽസിൽ വേണം നമ്മൾ ഏത് വാല്യൂ ചെയ്യാൻ? റിസീവബിൾസ് വാല്യൂ ചെയ്യാൻ. അപ്പം നമുക്ക് എങ്ങനെ എടുക്കാം? നമ്മുടെ മൊത്തം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഒരു വർഷത്തെ മൊത്തം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 98,40,000 ആണ്. ഇതിൽ POS സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ 15% ആണ് POS സെയിൽസ്. 14,76,000 ആണ് POS സെയിൽ. അങ്ങനെയാണെങ്കിൽ ഇതിന് POS ഫീസ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് വരും? 2% വരും. ഏതിൻ്റെ? സെയിൽസിൻ്റെ 2% ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ POS ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം, ഫീ 2% ഓഫ് ദ ടോട്ടൽ സെയിൽ ത്രൂ POS കൂടെ വരുന്ന മൊത്തം സെയിൽസിൻ്റെ 2% നമ്മൾ എന്തായിട്ട് കൊടുക്കണ്ടേ? നമ്മൾ ഫീസായിട്ട് കൊടുക്കണ്ടേ. അവിടെ മൊത്തം സെയിൽ എന്ന് പറയുന്നത് എത്ര? മൊത്തം സെയിൽ 1,20 lakh ആണ്. ഈ 98,40,000 എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ ഈ 1,20 lakhന്റെ 15% ആണ് POS സെയിൽസ് എന്ന് പറയുക. 18 lakh ആണ് POS സെയിൽ. ഈ 14,76,000 ആ 18 lakhന്റെ കോസ്റ്റ് ആണ് 14,76,000.
അങ്ങനെയാണെങ്കിൽ ഈ 18 ലാക്കിൻ്റെ 2% അല്ലേ നമ്മൾ കമ്മീഷനായിട്ട് കൊടുക്കണ്ടേ? യെസ്, എത്ര രൂപ? 36,000 റുപ്പീസ് കമ്മീഷനായിട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് സെയിൽസ് ഫോർ POS ട്രാൻസാക്ഷൻ. ഈ POS ട്രാൻസാക്ഷൻ്റെ മാത്രം കോസ്റ്റ് ഓഫ് സെയിൽ എത്രയായിരിക്കും? POS സെയിൽസിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 14,76,000 ആണ്. അതിൻ്റെ കൂടെ ഈ കമ്മീഷനായ 36 കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ കിട്ടുന്നതല്ലേ മൊത്തം കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുക? ഓക്കെ ആണോ? എത്ര വരും? 14,76,000 പ്ലസ് 36,000, 15,12,000 റുപ്പി. അങ്ങനെയാണെങ്കിൽ റിസീവബിൾസിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? റിസീവബിൾസ് എന്ന് പറയുന്നത് 9 days ആണ്. അപ്പോൾ 15,12,000 ഇൻറ്റു 9/360 ഇതായിരിക്കത്തില്ലേ നമ്മുടെ റിസീവബിൾസിൻ്റെ വാല്യൂ? ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 360 വിച്ച് ഈസ് 37,800 റുപ്പി. അതായിരിക്കും നമ്മളുടെ റിസീവബിൾസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെ റിസീവബിൾസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തേ? കോസ്റ്റ് ഓഫ് സെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ്. എങ്ങനെ കോസ്റ്റ് ഓഫ് സെയിൽ എടുക്കുക? നമ്മുടെ മൊത്തം സെയിൽസിന് റിസീവബിൾസ് നോക്കണോ 9 ദിവസത്തേക്ക്? വേണ്ട. കാരണം എന്താ? നമുക്ക് 9 ദിവസത്തെ ഡിലേ വരുന്ന മൊത്തം സെയിലും 9 ദിവസത്തെ ഡിലേ വരുന്നില്ല. മൊത്തം സെയിൽസിൻ്റെ 15% POS സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മൊത്തം സെയിൽസിൻ്റെ 15% മാത്രമേ POS സെയിലുള്ളൂ. അതിന് മാത്രമല്ലേ റിസീവബിൾ വരൂ. ബാക്കിയൊക്കെ ഗൂഗിൾ പേയോ വേറെ എന്തെങ്കിലും ഡിജിറ്റൽ മോഡാണ്. അപ്പം തന്നെ നമുക്ക് ഫണ്ട് കിട്ടും. ഈ POS സെയിൽ എന്ന് പറയുന്ന മെഷീൻ സെയിൽ നടക്കുന്നത് മൊത്തം സെയിലിൻ്റെ 15%. മൊത്തം സെയിൽ 1,20,00,000 ആണെങ്കിൽ അതിൻ്റെ 15% 18 ലാക്കാണ് POS സെയിൽ. ആ 18 ലാക്കിൽ നിന്ന് അതിൻ്റെ 18% GP മൈനസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതാണ് 14,76,000. എന്താ 18 ലാക്ക് എടുക്കാത്ത? റിസീവബിൾസ് വാല്യൂ ചെയ്യുന്ന കോസ്റ്റിലാണ്. നമുക്ക് കോസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ആ 18 ലാക്കിൻ്റെ കോസ്റ്റ് എത്ര? 14,76,000. പക്ഷേ അവിടെ കോസ്റ്റ് ഓഫ് സെയിൽ എടുക്കണമെങ്കിൽ സെല്ലിംഗ് എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്യണം. എന്താ സെല്ലിംഗ് എക്സ്പെൻസ്? ഈ POS മെഷീനിൽ കൂടെ നടക്കുന്ന സെയിൽസിൻ്റെ 2% നമുക്ക് അവിടെ കമ്മീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 18 ലാക്കിൻ്റെ 2% കമ്മീഷൻ 36,000 കൂടെ ആഡ് ചെയ്യണം. ആ 36 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. അതാണ് 15,12,000 റുപ്പീസ്. അതിന് 9 ദിവസത്തേക്കാണ് നമ്മളുടെ റിസീവബിൾസ് വരിക. സോ ഇൻറ്റു 9/360 വിച്ച് ഈസ് 37,800. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിപ്പോൾ റിസീവബിൾസിൻ്റെ വാല്യൂ ആയി. ഇനി മൂന്നാമതൊരു കറണ്ട് അസറ്റ്സ് ഉള്ളത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ? നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചായിരുന്നു. നമ്മളുടെ ഇതിനകത്ത് 24,495 റുപ്പീസാണ് ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടുപിടിച്ചേ. 24,495. അത് ഇനി വേറെ വർക്കിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് കീപ്പ് ചെയ്യുന്ന 24,495 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് അസറ്റ്സ് കിട്ടും. എത്ര കിട്ടും? 24, 37 പ്ലസ് 6,15,000 മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് അസറ്റ്സ് കിട്ടും വിച്ച് ഈ 6,77,295. ചെക്ക് ചെയ്യാം. ടോട്ടൽ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 6,77,295 റുപ്പി. ഓക്കെ ആണോ? ഇനിയുള്ളത് കറണ്ട് ലൈബിലിറ്റി ആണ്. എന്തൊക്കെയാണ് കറണ്ട് ലൈബിലിറ്റി ഉള്ളത്? ഒന്ന് ട്രേഡ് പേയബിൾ ആണ്. അതായത് നമ്മുടെ സപ്ലൈസ് നമുക്ക് ക്രെഡിറ്റ് പീരീഡ് തരുന്നതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സപ്ലൈസിന് നിന്ന് നമുക്കൊരു ക്രെഡിറ്റ് പീരീഡ് കിട്ടും. അപ്പോൾ സപ്ലൈസിൽ നിന്നുള്ള പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്. 2 സാലറി പേയബിൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. 1 മാസത്തെ സാലറി പേയബിൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതാണ് നമ്മളുടെ കറണ്ട് ലൈബിലിറ്റി എന്നും പറയുന്നത്. അപ്പോൾ അടുത്ത കറണ്ട് ലൈബിലിറ്റിയാണ്. കറണ്ട് ലൈബിലിറ്റിയിൽ ഒന്നാമത്തെ ഐറ്റം ട്രേഡ് പേയബിൾ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ പർച്ചേസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എത്രയാണ് പർച്ചേസ് എന്ന് പറയുന്നത്? നമുക്ക് 3 പ്രോഡക്റ്റ്സ് ആണുള്ളത്: പെരിഷബിൾ, സെമി ഡ്യൂറബിൾ, ഡ്യൂറബിൾ. ഇവരുടെ ഓരോരുത്തരുടെയും കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 59,04,000, 24,60,000, 14,76,000. ഇതാണ് നമ്മളുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയല്ലേ പർച്ചേസ് ആയിട്ട് വരണ്ടേ? പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഇത് ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ ആണ്. എങ്ങനെ മനസ്സിലായി? കാരണം നമ്മൾ പുതുതായിട്ട് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന കഥയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ അല്ലേ? ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ ആണെങ്കിലുള്ള പ്രശ്നം എന്താ? ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷനകത്ത് നമ്മളുടെ കോസ്റ്റും പർച്ചേസും സെയിം ആവില്ല. അവിടെ ഡിഫറെൻ്റ് ആവും. എന്താ ഡിഫറൻസ്? നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ്റെ കഥ. അപ്പോൾ ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ വരികയാണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയലിൻ്റെ കേസിലാണ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ കേസിൽ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആവണമെന്നില്ല അതിൻ്റെ പർച്ചേസ്. കാര്യം എന്താ? ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടെ ചേർത്ത് വാങ്ങേണ്ടി വരും. ഓപ്പണിംഗ് സ്റ്റോക്ക് 0 ആയിരിക്കത്തില്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ സ്റ്റോക്കും കൂടെ ചേർത്ത് വാങ്ങിച്ചാലല്ലേ നമുക്ക് അത്രയും പർച്ചേസ് നടത്താൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 59,04,000 പെരിഷബിൾ ഗുഡ്സ് വേണം. നിങ്ങൾ സ്റ്റോക്കായിട്ട് ഒരു 1,64,000 പെരിഷബിൾ ഗുഡ്സ് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വെക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ 59,04,000 ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ 59,04,000 സെല്ല് ചെയ്തങ്ങ് പോകത്തില്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഒരു 1,64,000 വെക്കണമെങ്കിൽ ആ 1,64,000 കൂടെ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങളുടെ പർച്ചേസ് എന്ന് പറയുന്നത് 59,04,000 പ്ലസ് 1,64,000 ആയിരിക്കത്തില്ലേ? മനസ്സിലാവോ? ഇനി സെമി ഡ്യൂറബിളിൻ്റെ കേസിലും സെയിം. 24,60,000 വാങ്ങിച്ചാൽ 24,60,000 സെല്ല് ചെയ്തങ്ങ് പോകും. ക്ലോസിംഗ് സ്റ്റോക്ക് ഇരിക്കില്ല. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വെക്കണമെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടെ എക്സ്ട്രാ വാങ്ങിച്ചാലല്ലേ നിങ്ങൾക്ക് ആ 1,00,000 2,05,000 സെമി ഡ്യൂറബിൾ ഗുഡ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതുകൂടെ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം. നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മളുടെ പർച്ചേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പർച്ചേസ് എന്ന് പറയുന്നത്, ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്കോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല, കാരണം ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ ആണ്. പുതിയ സ്റ്റോർ തുറക്കുകയല്ലേ, അവിടെ എന്ത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് ഉണ്ടാവുക? ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടെ ചേരുന്നതല്ലേ? എത്ര രൂപയാണ്? 98,40,000. എന്താ 98,40,000? നമ്മുടെ മൊത്തം സെയിൽസിന് വേണ്ട കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് 98,40,000. അപ്പം 98,40,000 കൂടെ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 6,15,000 റുപ്പീസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ 6,15,000 കൂടെ ചേരുന്നതല്ലേ നമ്മുടെ ടോട്ടൽ പർച്ചേസ്? 98,40,000 പ്ലസ് 6,15,000. അപ്പോൾ 1,04,55,000 1,04,55,000 റുപ്പീസ് ഇതായിരിക്കും നമ്മളുടെ പർച്ചേസ് എന്ന് പറയുക. ഈ പർച്ചേസിന് എത്ര ദിവസം ക്രെഡിറ്റ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്? നമുക്ക് 30 ഡേയ്സ് ക്രെഡിറ്റ് കിട്ടും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ഡേയ്സ് അവർ പറയുന്നുണ്ട്. സപ്ലൈസ് ഓഫ് ദീസ് പ്രോഡക്ട്സ് പ്രൊവൈഡ് എ ക്രെഡിറ്റ് പീരീഡ് ഓഫ് ആവറേജ് 30 ഡേയ്സ്. 30 ദിവസം ക്രെഡിറ്റ് പീരീഡ് തരും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1,04,55,000 റുപ്പീസിന് 30 ഡേയ്സിലേക്കുള്ള ക്രെഡിറ്റ് 30/360. ഇതായിരിക്കും നമ്മളുടെ ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ 8,71,250 റുപ്പീ. ഓക്കെ ആണോ? ഇനി രണ്ടാമതൊരു ഐറ്റം കൂടെ ഉണ്ട്. എന്താ? സാലറി പേബിൾ. എത്ര സാലറി പേബിൾ ഉള്ളത്? നമുക്ക് ഒരു സ്റ്റോറിൻ്റെ സാലറി അവർ പറഞ്ഞിട്ടുണ്ട്, അത് 4 lakh റുപ്പീസ് ആണ് ഒരു മാസം. അപ്പോൾ ആനുവൽ സാലറി എന്ന് പറയുന്നത് 4 lakh × 12 ആണ് അല്ലേ? അത് എത്ര മാസത്തേക്കാണ് ക്രെഡിറ്റ് ഉള്ളത്? എഗെയിൻ ഒരു മാസത്തേക്കാണ് ക്രെഡിറ്റ് ഉള്ളത്. അപ്പം എഗെയിൻ എത്ര തന്നെ വരും? 4 lakh തന്നെ വരും. കാരണം നമ്മളുടെ ആനുവൽ സാലറി 4 lakh × 12 ആണ്, 48 lakh. ഇൻറ്റു ഒരു മാസത്തേക്ക് ഇൻറ്റു 1/12, 12 മാസത്തിൽ ഒന്നെത്ര? എപ്പോൾ എഗെയിൻ എത്ര തന്നെ വരും? 48 lakh × 1/12, 4 lakh റുപ്പീ എന്ന് വരും. അല്ലെങ്കിൽ 30/360, 30 ദിവസത്തേക്കുള്ള സാലറി എന്ന് വെച്ചാൽ ഒരു സ്റ്റോറിന് ഒരു മാസത്തേക്കുള്ള സാലറി 4 lakh ആണ്. അത് ഒരു മാസം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മൊത്തം കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് എത്ര വരും? ടോട്ടൽ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് 8,71,000 പ്ലസ് 4 lakh 12,71,250 റുപ്പീസ് ആയിരിക്കും നമ്മളുടെ ടോട്ടൽ കറണ്ട് ലൈബിലിറ്റി. അപ്പോൾ ഈ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി മൈനസ് ചെയ്താൽ നമ്മളുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. എത്ര കിട്ടും? 6,77,295 മൈനസ് 12,71,250 മൈനസ് 5,93,955. എന്താ ഈ മൈനസ് ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മൈനസ് ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവ് ആണ് എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങോട്ട് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങൾ കറണ്ട് അസറ്റ്സ് മൊത്തത്തിൽ 6,77,000 റുപ്പീസ് നിങ്ങൾ ഫണ്ട് ഇടണം. പക്ഷേ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ക്രെഡിറ്റ് ആയിട്ട് 12,71,000 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് അങ്ങോട്ട് ഫണ്ട് ഇടേണ്ട ആവശ്യമില്ല, മറിച്ച് ഇങ്ങോട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്ന പോലാണ്. നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോണായിട്ട് ഇങ്ങോട്ടൊരു 5,93,000 നെറ്റ് കിട്ടിയത് പോലെയാണ്. കാരണം എന്താ? കാരണം നിങ്ങളുടെ സപ്ലൈസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് തരുന്നത് കൂടുതലാണ്. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ടോട്ടൽ ക്രെഡിറ്റ് 6,77,000 രൂപയ്ക്കാണെങ്കിൽ നമ്മുടെ സപ്ലൈസ് നമുക്ക് 12 lakh റുപ്പീസോളം ഇങ്ങോട്ട് ക്രെഡിറ്റ് തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് ലോൺ കിട്ടുന്നതിന് തുല്യമാണ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ ആൻസറിലോട്ട് വന്നാൽ അവിടുത്തെ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം കളയുന്നത്. അവിടുത്തെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര എന്നാണ് ചോദ്യം. ഈ ഒരു ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കുക എന്തുമാത്രം കാൽക്കുലേഷൻ അവിടെ ചെയ്യണമെന്നുള്ളത്. ഇതിലും ഭേദം സത്യം പറഞ്ഞാൽ MCQ ഇല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് മാത്രം ആക്കുന്നതായിരുന്നു. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവായിട്ട് ചോദിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്താൽ നമുക്ക് 8 മാർക്ക് അവിടെ കിട്ടും. അതേ സ്ഥാനത്ത് അതേ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് MCQ ആക്കിയപ്പോൾ ആകെ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 2 മാർക്കാണ്. അപ്പോൾ നോക്കുക അവിടുത്തെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ 6,77,295 നെറ്റ് മൈനസ് 5,93,955. അപ്പോൾ അങ്ങനെ ഒരു കോംബോ ഉണ്ടോ നോക്കി.
ഗ്രോസ് 6,77,295. അപ്പോൾ 6.773 റൗണ്ട് ചെയ്തെടുത്തേക്കാണ്. 6.773 എന്ന് പറയുന്നത് റൗണ്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ 6.773 ഗ്രോസ് വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്, എയും ബിയും. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ -5,93,955 ആണ്. ഇവിടെ 5.9396 എന്ന് വെച്ചാൽ 5,93,960. 955 റൗണ്ട് ചെയ്ത് 960 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രോസും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എമൗണ്ട് ഓഫ് ടോട്ടൽ ഫണ്ട്സ് നീഡഡ് ടു സെറ്റപ്പ് എ സ്റ്റോർ. അപ്പോൾ ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്യാൻ മൊത്തം എത്ര രൂപ ഫണ്ട് വേണം? ആലോചിച്ചേ. നമുക്ക് ഫിക്സഡ് അസറ്റ്സ് എത്ര വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ 200 lakh ആണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ പക്ഷേ നെഗറ്റീവ് ആണ്. എത്ര? 5.96 നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ 5,93,955 എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവരിവിടെ പോയിന്റിലാണ് എടുത്തേക്കുന്നത്, ഫ്രാക്ഷൻ എടുത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ -5.9396 റൗണ്ട് ചെയ്തെടുക്കാം. അപ്പം നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലുള്ള പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാൻ ഫിക്സഡ് അസറ്റ്സിൽ 200 lakh ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പക്ഷേ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എത്ര മതി? വർക്കിംഗ് ക്യാപിറ്റലായിട്ട് -5.9396 lakh മതി. അത് നെഗറ്റീവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം നമുക്ക് ഇങ്ങോട്ട് ഫണ്ട് കിട്ടും എന്നുള്ളതാണ്. മനസ്സിലാവും? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 200 lakh ആവശ്യമുണ്ടോ? ഇല്ല. കാരണം 200 lakh ഫിക്സഡ് അസറ്റിനായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒരു 5,93,000 നിങ്ങൾക്ക് ലോണായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 200 - 5.9396 ആയിരിക്കും. ഇത് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ മൈനസ് ചെയ്തത്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കുക. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂന്ന് ഇത് മൈനസ് ചെയ്യാം. 194.0604. അതാണ് റൗണ്ട് ചെയ്ത് 194.0605 എടുത്തേക്കുന്നത്. അപ്പോൾ അതും ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും പാർട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ എ, ബി ആൻഡ് സി, അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനിയുള്ളത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ റേസിംഗ് അഡീഷണൽ ഫണ്ട്സ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ഈച്ച് സ്റ്റോറീസ് എത്രയാണ്? അതായത് അവിടുത്തെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം. എങ്ങനെ കാണാം? അവിടെ ഫണ്ട് റേസ് ചെയ്യുന്ന പാറ്റേൺ എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ എത്ര ഫണ്ട് വേണം എന്ന് കണ്ടുപിടിച്ചു. എത്രയായിരുന്നു ഫണ്ട് വേണ്ടത്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആൻസർ എന്ന് പറയുന്നത് 194.0605 lakh ആണ്. അപ്പോൾ ഈ 194 lakh എങ്ങനെയാണ് റേസ് ചെയ്യുന്നത്? അവർ ഒരു പല സ്ലാബ് തന്നിട്ടുണ്ട്. ആദ്യത്തെ 80 lakh ഡെറ്റിന് കോസ്റ്റ് ഉണ്ട്, ഇക്വിറ്റിയുടെ കോസ്റ്റ് ഉണ്ട്. ദെൻ എബോ 80 അപ് ടു 150 ഡെറ്റിൻ്റെ കോസ്റ്റ് ഉണ്ട്, ഇക്വിറ്റിയുടെ കോസ്റ്റ് ഉണ്ട്. പിന്നെ എബോ 150 ഡെറ്റിൻ്റെ കോസ്റ്റ് ഉണ്ട്, ഇക്വിറ്റിയുടെ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ആദ്യത്തെ 3 സ്ലാബിലും സാധനങ്ങൾ വരും. ആ ഓരോ സ്ലാബിലും ഡെറ്റിൻ്റെയും ഇക്വിറ്റിയുടെയും കോസ്റ്റ് ഡിഫറൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെറ്റ് 1 ഡെറ്റ് ഇക്വിറ്റി 1, ഡെറ്റ് 2 ഇക്വിറ്റി 2, ഡെറ്റ് 3 ഇക്വിറ്റി 3 എന്നുള്ള രീതിയിൽ മൊത്തം 6 ടൈപ്പ് കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എടുക്കണം. ഇനി അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ റേസിംഗ് അഡീഷണൽ ഫണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വർക്കൗട്ട് ചെയ്യണം. എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? നമ്മൾ നോക്കുക, മൊത്തം നമുക്ക് വേണ്ട ഫണ്ട് എത്രയാണെന്ന് നോക്കുക. 194.0605 lakh ആണ്. 194.0605 lakh എന്ന് വെച്ചാൽ 1,94,06,050 rupee. നമ്മൾ റൗണ്ട് ചെയ്തെടുത്താണ്, 0605 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 194.0605 lakh ആണ് നമുക്ക് മൊത്തം വേണ്ട ഫണ്ട്. അതിൽ ആദ്യത്തെ ഡെറ്റ് 1 ഡെറ്റ് 2 അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ 80 lakh കേസ് എടുക്കുക. ആദ്യത്തെ 80 lakh നമുക്ക് ഡെറ്റ് 1 എന്ന് കൊടുക്കാം, അടുത്ത ഇക്വിറ്റി 1 എന്നും കൊടുക്കാം. എത്ര വീതം അതിൻ്റെ ഡെറ്റിൻ്റെ വെയിറ്റ് പറഞ്ഞേക്കുന്നത്? 2:1 റേഷ്യോ അല്ലേ പറഞ്ഞേക്കണേ? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അതായത് 2/3 ആണ് ഡെറ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റിയോ? ഇക്വിറ്റി 1/3 ആണ് ഇക്വിറ്റി. അപ്പോൾ ഫസ്റ്റ് 80 lakh എന്തായാലും വേണം, കാരണം മൊത്തം 194 lakh വേണമല്ലോ. അപ്പോൾ ആദ്യത്തെ 80 lakh അതിൻ്റെ 2/3 ഡെറ്റാണ്, ബാക്കി 1/3 ഇക്വിറ്റിയാണ്. അപ്പോൾ 80 lakh ഇൻറ്റു 1/3 26,16,067 rupees ഇക്വിറ്റിയും വേണം.
ഓക്കെ. ഇനി ഇതിൻ്റെ കോസ്റ്റ് എത്രയൊക്കെയാണ്? അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റ് 10% ആണ്. പക്ഷേ ഓർക്കുക, ഈ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കെ ഡിയുടെ വാല്യൂ അല്ല. ഇത് നേരത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് 1-2 കുട്ടികൾ ഡൗട്ട് ചോദിച്ചതാണ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുമ്പോൾ അത് കെ ഡി അല്ലേ, പിന്നെ അതിനകത്ത് 1 - t അപ്ലൈ ചെയ്യണം. ഡെഫിനറ്റ്ലി വേണം. ഈ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ആസ് പെർ നമ്മുടെ ഫോർമുല പ്രകാരമുള്ള ഫൈനൽ കെ ഡി എന്നൊന്നും അല്ല അർത്ഥം. പിന്നെയോ ഡെറ്റിൻ്റെ കോസ്റ്റ് 10% എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെന്ന് അർത്ഥമുള്ളൂ. അവരത് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് അപ് ടു 80 lakh ഓഫ് ദ പ്രൊജക്ട് കോസ്റ്റ് കമ്പനി ക്യാൻ റേസ് ഡെറ്റ് അറ്റ് 10%. അപ്പോൾ ഡെറ്റ് റേസ് ചെയ്യുന്ന റേറ്റ് ആണ് 10%, അല്ലാതെ കെ ഡിയുടെ വാല്യൂ അല്ല 10%. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് അവരവിടെ ക്ലാരിഫിക്കേഷൻ തന്നെ കൊടുത്തേക്കുന്നത്. അതായത് ആ 10% എന്ന് പറയുന്നത് എന്തല്ല, കെ ഡി അല്ല, മറിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ അതിനെ കെ ഡി ആക്കി മാറ്റണം. എങ്ങനെ വെക്കാം? I × 1 - t. വേറെ ഡീറ്റെയിൽ ഒന്നും നമുക്കില്ല. നെറ്റ് പ്രൊസീഡ്സോ അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസോ ഒന്നും തന്നിട്ടില്ല. ഡെറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണമെങ്കിൽ ഡെറ്റിൻ്റെ കോസ്റ്റ് എങ്ങനെ എടുക്കുക? I × 1 - t. ടിയുടെ ടാക്സ് റേറ്റ് എത്ര? ടാക്സ് റേറ്റ് 25% ആണ്. അപ്പോൾ 1 - t അപ്ലൈ ചെയ്യണമെങ്കിൽ 75% അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഡെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഡെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ 10 × 75%. ഞാൻ നേരിട്ടങ്ങ് എടുക്കുകയാണ്. 7.5% എന്ന് നേരിട്ടങ്ങ് എടുക്കുകയാണ്. ഇനി ഇക്വിറ്റിയുടെ കോസ്റ്റോ? ഇക്വിറ്റിയുടെ കോസ്റ്റിന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. 12.5% ആണ്. അവിടെ വേറെ നമുക്കൊന്നും വർക്കൗട്ട് ചെയ്യാനായിട്ടില്ല. അപ്പോൾ അത് 12.5%. ഓക്കെ ആണോ? അടുത്ത ഇത് ആദ്യത്തെ അപ് ടു 80 ആണേ. ഇനി നെക്സ്റ്റ് 70 lakh. എന്താ ഈ 70 lakh? കാരണം 80 lakh കഴിഞ്ഞ് എബോവ് 80 lakh അപ് ടു 150 lakh എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 80 മുതൽ 150 വരെ അനദർ ഒരു 70 lakh rupees വരുന്നുണ്ട്. ആ 70 lakhനകത്ത് നമുക്ക് ഡെറ്റ് 2 എന്നും ഇക്വിറ്റി 2 എന്നും കൊടുക്കാം. ഇക്വിറ്റി 2 എന്നും കൊടുക്കാം. അപ്പോൾ ഡെറ്റ് 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 70 lakhൻ്റെ 2/3 ആയിരിക്കും. 70 lakhൻ്റെ 2/3. അടുത്ത ഇവിടെ ഇക്വിറ്റി എന്ന് പറയുന്നത് 70 lakhൻ്റെ 1/3 ആയിരിക്കും. ഇനി ബാലൻസ് എമൗണ്ട് എത്ര? ബാലൻസ് എമൗണ്ട് ഇപ്പോൾ 80 70 എടുത്തു. ഇനി സോറി, അതിൻ്റെ കോസ്റ്റും കൂടെ അങ്ങ് തീർത്തിട്ട് പോവാം. ഡെറ്റിൻ്റെ കോസ്റ്റ് 11.5% ആണ്. അപ്പോൾ 11.5 × 1 - tax 75%. അടുത്ത ഇക്വിറ്റിയുടെ കോസ്റ്റ് അതുപോലെ എടുക്കാം, 13.5%. ഇനി ബാലൻസ് ഫണ്ടാണ്. എത്ര ബാലൻസ് ഫണ്ട് വേണം? മൊത്തം 194.06 lakh ആണ്. അതിൽ 150 lakh നമ്മളിപ്പോൾ റേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 1,94 lakhൽ നിന്ന് 150 lakh മൈനസ് ചെയ്യാം. പോയിട്ട് 44,06,050 rupees ആണ് വേണ്ടത്. അത് നമുക്ക് ഡെറ്റ് 3 എന്നും ഇക്വിറ്റി 3 എന്നും കൊടുക്കാം. ഇക്വിറ്റി 3 എന്നും കൊടുക്കാം. അപ്പോൾ എത്ര ഡെറ്റ് 3 വരും? ഈ 44,06,050യുടെ 2/3. ബാക്കി ഇക്വിറ്റി 3യോ? 44,06,050യുടെ 1/3. ഓക്കെ ആണോ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം വേണ്ട 194.0605 lakh കിട്ടും. ഇനി ഡെറ്റ് 3യുടെ കോസ്റ്റ് എത്രയാണ്? ഡെറ്റ് 3യുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്. അപ്പോൾ 12 × 1 - tax 75%. ഇക്വിറ്റിയുടെ കോസ്റ്റ് 14% ആണ്. അതുപോലെ എടുക്കാം. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? നേരെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ വെയിറ്റ് എടുക്കുക? ഈ ഓരോരുത്തരുടെയും വാല്യൂ 53,33 ഡിവൈഡഡ് ബൈ 194.0605 lakh. 1,94,06,050. അപ്പോൾ നമുക്ക് അവിടുത്തെ വെയിറ്റ് കിട്ടും 27.48, 13.74. അങ്ങനെ ഓരോരുത്തരുടെയും വെയിറ്റ് എടുക്കുക. ഇനി ഫൈനലി എന്ത് ചെയ്യുക? നേരെ കോസ്റ്റ് ഇൻറ്റു വെയിറ്റ് എടുക്കുക. കോസ്റ്റ് ഇൻറ്റു വെയിറ്റ്. കോസ്റ്റ് 7.5 ഇൻറ്റു വെയിറ്റ് 27.48%. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഇൻറ്റു വെയിറ്റ് 2.06, 1.72. അങ്ങനെ ഓരോരുത്തരുടെയും വെയിറ്റ് കോസ്റ്റ് ഇൻറ്റു വെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ആഡപ്പ് ചെയ്തെടുക്കുക. നമുക്ക് എത്ര കിട്ടും? 9.9% എന്ന് കിട്ടും. നമ്മുടെ MCQനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. അവിടെ ഓപ്ഷൻ സി കിടപ്പുണ്ട്. 9.9% ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4th ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് അവർ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ആകെ ഡെറ്റ് ടു ഇക്വിറ്റി 2 പേരേ ഉള്ളൂ. പക്ഷേ അത് തന്നെ 3 സ്ലാബാണ്. അപ്പോൾ 3 സ്ലാബിലും ഡെറ്റ് ടു ഇക്വിറ്റിയും കൂടെ വരുമ്പോൾ മൊത്തം 6 ഓപ്ഷൻ വരും. അതാണ് നമ്മൾ ഡെറ്റ് 1 ഇക്വിറ്റി 1, ഡെറ്റ് 2 ഇക്വിറ്റി 2, ഡെറ്റ് 3 ഇക്വിറ്റി 3 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? മൊത്തത്തിലെടുത്ത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വർക്കൗട്ട് ചെയ്യുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചേക്കുന്നത് എമൗണ്ട് ഓഫ് റവന്യൂ സബ്സിഡി ഗ്രാൻഡഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഈസ്. സെൻട്രൽ ഗവൺമെൻറ് എത്ര രൂപ സബ്സിഡി ഗ്രാൻഡ് ചെയ്യുന്നതാണ്? സെൻട്രൽ ഗവൺമെൻറ് ഗ്യാരണ്ടി സബ്സിഡിയുടെ കേസ് എന്താ പറഞ്ഞിരുന്നത്? അവർ നമ്മുടെ GPയുടെ എത്രയോ % സബ്സിഡി തരും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സബ്സിഡി റേറ്റ് ഒന്ന് നോക്കുക. സബ്സിഡി റേറ്റ് പറഞ്ഞേക്കുന്നത് 15% ഓഫ് ദ ഗ്രോസ് പ്രോഫിറ്റ്
ഇഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് 10% എന്നാണ്. അപ്പോൾ ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% എക്സീഡ് ചെയ്തിട്ടില്ല, കാരണം 9.9% ഉള്ളൂ, ബിലോ 10 ആണ്. അപ്പം നമ്മൾ എലിജിബിൾ ആണ്. എത്രയാണ്? 15% ഓഫ് ജി പി ആണ്. എത്ര ജി പി? നമ്മുടെ സെയിൽസ് 1,20 lakh ആയിരുന്നു, 120 lakh ആയിരുന്നു നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ജി പി എന്ന് പറയുന്നത് അതിൻ്റെ 18% ആണ് അല്ലേ? ജി പി എന്ന് പറയുന്നത് 18% ആണ് ജി പി. അപ്പോൾ 120 lakhൻ്റെ 18% ആണ് ജി പി എന്ന് പറയുന്നത്, വിച്ച് ഈസ് 22 lakh അല്ലെങ്കിൽ 21.6 lakh. അങ്ങനെയാണെങ്കിൽ സബ്സിഡി എന്ന് പറയുന്നത് ഈ 21,60,000ൻ്റെ 15% ആയിരിക്കും. എത്ര വരും? 3.24 lakh വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഇല്ലെങ്കിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സാക്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് സബ്സിഡി എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട്. ഓപ്ഷൻ ബി ആണ്. 3.24 lakh എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എത്ര വരും? ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് മേജർ കേസ് സ്റ്റഡി ക്വസ്റ്റ്യനകത്തുനിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. അത് അത്ര ഈസിയാണ് എന്ന് ഞാൻ പറയില്ല. ഒരു ഫസ്റ്റ് ടൈം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാം. പല പാർട്ടും കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം. നമുക്കിവിടെ ബേസിക്കലി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമാണ് അവർ ക്ലബ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊരു വേ നോക്കി വെക്കുക. എനിക്ക് ആകെ അതിനകത്ത് പറയാനുള്ളത്, അതിൽ ക്വസ്റ്റ്യനകത്ത് വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. ജസ്റ്റ് വായിച്ച് മാത്രം പോവുക. എന്നിട്ട് ക്വസ്റ്റ്യൻ കൂടെ നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിനകത്ത് MCQ ചോദിച്ചേക്കുന്നതെന്ന് കൂടെ നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനൊപ്പം തന്നെ ആദ്യം ആൻസറും കൂടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നും കൂടെ, MCQ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നും കൂടെ ആദ്യം ഒന്ന് വായിച്ച് വെച്ചേക്കുക. സോ ദാറ്റ് നിങ്ങൾ ആ പാരഗ്രാഫ് വായിക്കുമ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഏതൊക്കെയാണെന്ന് പ്രോസസ്സ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി 2 MCQ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് ഡിസിഷനകത്തുനിന്നും നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഓരോന്നും കൂടെ നോക്കാം. ഡിവിഡൻഡ് ഡിസിഷനകത്ത് ചോദിച്ചേക്കുന്നത്, ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം ഈസ് 12% ആൻഡ് ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ഏർണിംഗ് പെർ ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് 20. അപ്പോൾ നമ്മുടെ വർഷത്തിൻ്റെ അവസാനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന EPS 20 rupees ആണ്. എക്സിസ്റ്റിംഗ് പേ ഔട്ട് 25% ആണ്. അപ്പോൾ 20യുടെ 25% ആണ് എന്ത്? നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. കമ്പനി ഈസ് പ്ലാനിങ് ടു ഇൻക്രീസ് പേ ഔട്ട് റേഷ്യോ ടു 50%. ഇപ്പോൾ പേ ഔട്ട് ഇപ്പോൾ 25 ഉള്ളത് നമ്മൾ 50 ആക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓഫ് ദിസ് ചേഞ്ച് ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഓഫ് ദ കമ്പനി ആസ് പെർ ഗോർഡൻ മോഡൽ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പേ ഔട്ട് 25ൽ നിന്ന് 50 ആക്കി മാറ്റിയാൽ അതിന് നമ്മളുടെ MBSനകത്ത് എന്ത് എഫക്റ്റ് ഉണ്ടാവും? വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓഫ് ദിസ് ചേഞ്ച് ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഓഫ് ദ കമ്പനി? അപ്പോൾ നമ്മുടെ കമ്പനിയുടെ MBSനകത്ത് ഈ ചേഞ്ചിന് എന്ത് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറയണമെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസും പറയണം, പേ ഔട്ട് റേഷ്യോ ചേഞ്ച് ചെയ്താലുള്ള മാർക്കറ്റ് പ്രൈസും പറയണം. എന്നാലല്ലേ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കൂടുമോ കുറയുമോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇഫ് റീഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ഓഫ് ദ കമ്പനി ഈസ് 15%. എന്താ ഈ റീഇൻവെസ്റ്റ്മെന്റ് റേറ്റ്? നമ്മുടെ റീറ്റെയിൻ ഏർണിംഗ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന റേറ്റ് ആണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് 15% ആണ്. നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷൻ അനുസരിച്ച്, ഗോർഡൻ മോഡൽ അനുസരിച്ച് മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കാണുക? P0 D1 ഡിവൈഡഡ് ബൈ KE - C. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേ? D1 വേണം, KE വേണം, G വേണം. D1 എന്താ? D1 എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. എങ്ങനെ കാണാം? നമുക്ക് ആദ്യം കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാണാം. കറണ്ട് പേ ഔട്ട് നോക്കുക. കറണ്ട് പേ ഔട്ട് 25% ആണ്. അങ്ങനെയാണെങ്കിൽ EPS തന്നിട്ടുണ്ട് 20. അതിൻ്റെ 25% അല്ലേ ഡിവിഡൻഡ് എന്ന് പറയുക. അപ്പോൾ 20യുടെ 25% ഡിവിഡൻഡ് വരും എന്ന് പറഞ്ഞാൽ എത്ര രൂപ? ഈ കിട്ടുന്നത് 5 rupee. ഈ 5 എന്ന് പറയുന്നത് D ആണോ D1 ആണോ? ശ്രദ്ധിക്കുക, അത് D1 ആണ്. കാരണം ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ഏർണിംഗ് പെർ ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ് 20. തന്നിരിക്കുന്നത് കറണ്ട് ഇയർ ഏർണിംഗ് പെർ ഷെയർ അല്ല, എക്സ്പെക്റ്റഡ് ഏർണിംഗ് പെർ ഷെയർ ആണ്. അപ്പോൾ അതിനകത്ത് പേ ഔട്ട് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഡിവിഡൻഡ് D ആയിരിക്കുമോ D1 ആയിരിക്കുമോ? D1 ആയിരിക്കും, ഒരിക്കലും D ആയിരിക്കത്തില്ല. അപ്പോൾ D1 5 rupee. ഇനി KE - G. KE തന്നിട്ടുണ്ട് 12% ആണ്. KE ഈസ് ഈക്വൽ ടു 12%. G നമുക്ക് കണ്ടുപിടിക്കണം. എന്താ G? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ. എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്? അവർ പറയുന്നുണ്ട് 15% ആണ് റീഇൻവെസ്റ്റ്മെന്റ് റേറ്റ്, ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ 25% പേ ഔട്ട് ആണ്. അപ്പോൾ റിട്ടൻഷൻ 75%. 15 into 75%, വിച്ച് ഈസ് നമ്മളുടെ ഗ്രോത്ത് റേറ്റ് 11.25% എന്ന് ഗ്രോത്ത് റേറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യുക, മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. P0 ഈക്വൽ D1 നമുക്ക് എത്ര കിട്ടി? 5 rupee ഡിവൈഡഡ് ബൈ KE - G. KE 12% മൈനസ് ഗ്രോത്ത് റേറ്റ് 11.25%. സോ 5 ഡിവൈഡഡ് ബൈ 0.75%, നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നത് 666.67. ഇത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. ഇനി അതുപോലെ ന്യൂ MBS കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്ക് ചേഞ്ച് എത്ര ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ന്യൂ പേ ഔട്ട്, നമ്മുടെ പുതിയ പേ ഔട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 50% ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
ന്യൂ ഡിവിഡൻഡ് എന്ന് പറയുന്നത് EPS 20യുടെ 50% പേ ഔട്ടാണ്, അതായത് 10 രൂപയായിരിക്കും നമ്മുടെ പുതിയ D1. കെയ്ക്ക് മാറ്റമൊന്നുമില്ല, 12% തന്നെയാണ്. ജി മാറും, എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു റിട്ടൻഷൻ ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റമില്ല 15, റിട്ടൻഷൻ മാറി അത് 50% ആണ്, കാരണം പേ ഔട്ട് 50% ആയില്ലേ. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് റേറ്റ് എത്ര ആയിട്ട് മാറും? 15 × 50%, 7.5%. അപ്പോൾ നമ്മളുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.5% ആവും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് D1 10 rupee ഡിവൈഡഡ് ബൈ KE മൈനസ് ജി, 12% മൈനസ് ഗ്രോത്ത് റേറ്റ് 7.5%. എത്ര കിട്ടും? 10 ഡിവൈഡഡ് ബൈ 2.5 അല്ല 4.5%. നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 222.22 ആയിട്ട് മാറി. നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എത്ര ആയിരുന്നു? 666.67 ആയിരുന്നു, അത് 222.22 ആയിട്ട് മാറി. അപ്പോൾ എത്ര രൂപ കുറഞ്ഞു? 666 മൈനസ് 222 എന്ന് പറയുമ്പോൾ 444 rupees കുറഞ്ഞു, 444.44 rupee കുറഞ്ഞു. അതാണ് ഇവിടെ കിടക്കുന്നത്. ഇറ്റ് വിൽ ഡിക്രീസ് ബൈ 444.45 എന്ന് വെച്ചാൽ അവിടെ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? അപ്പോൾ അതാണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഇറ്റ് വിൽ ഡിക്രീസ് ബൈ 444.45. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നോക്കുക. ഫിനാൻസിങ് ഡിസിഷൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചേക്കുന്നത്. അബി ലിമിറ്റഡ് ഈസ് ആൻ ഓൾ ഇക്വിറ്റി ഫിനാൻസ് കമ്പനി. അപ്പോൾ അബി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ഓൾ ഇക്വിറ്റി കമ്പനിയാണ്, അതായത് അൺലെവേർഡ് ഫേമാണ്. ഇറ്റ് ഈസ് കൺസിഡറിങ് റീപ്ലേസിംഗ് ₹275 lakh ഇക്വിറ്റി ഷെയർസ് വിത്ത് 15% ഡിവെഞ്ചേഴ്സ് ഓഫ് ദ സെയിം എമൗണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഇതിനകത്തെ 275 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർ ഡിവെഞ്ചേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇത് അൺലെവേർഡ് കമ്പനി എന്തായി മാറും? ലെവേർഡ് കമ്പനിയായി മാറും. കാരണം 275 lakhന്റെ ഇക്വിറ്റി മാറി പകരം നമുക്ക് 275 lakhന്റെ ഡെറ്റ് കയറി വരികയാണ്. നേരത്തെ ഇക്വിറ്റി മാത്രമുള്ള കമ്പനിയായിരുന്നു, അൺലെവേർഡ് ആയിരുന്നു. അപ്പോൾ ഇനി അത് എന്തായി മാറും? ലെവേർഡ് കമ്പനിയായി മാറും. കറണ്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് കമ്പനി ഈസ് 1750 lakh. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ പറഞ്ഞിട്ടുണ്ട് 1750 ആണ്, വിത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 20%. ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 20% ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് ഓൾ ഇക്വിറ്റി കമ്പനി അല്ലേ. അപ്പോൾ നമ്മുടെ കെയും കെഒയും സെയിം ആയിരിക്കും, അത് 20% തന്നെയായിരിക്കും. ഓക്കെ ആണോ? ഇനി ഫ്യൂച്ചർ EBIT ആർ ഗോയിങ് ടു ബി കോൺസ്റ്റന്റ്. അപ്പോൾ ഇപ്പോഴുള്ള EBIT എത്ര ആണോ അത് തന്നെ ആയിരിക്കും ഭാവിയിലും. ആൻഡ് എൻ്റെ ഏർണിങ്സ് ആർ ഗോയിങ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മൾ 100% ഏർണിങ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, അവിടെ റിട്ടൻഷൻ ഒന്നുമില്ല, മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ക്യാൻ ബി അസ്യൂം ടു ബി 30%. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓഫ് ദ ഫേം? അപ്പോൾ നമ്മുടെ പുതിയ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്ര ആണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഏത് ബേസിൽ ചെയ്യാൻ പറ്റും? ഏത് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇവിടെ ലെവേർഡ് ആയിരുന്നു, അത് അൺലെവേർഡ് ആയിട്ട് മാറി. നമ്മുടെ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ ലെവേർഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, എങ്കിൽ അൺലെവേർഡ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്ര ആണ് എന്നാണ് ചോദ്യം. ഇത് ഏത് കോൺസെപ്റ്റാണ്? അപ്രോച്ച് ആണ്. അപ്രോച്ച് വിത്ത് ടാക്സിൻ്റെ കോൺസെപ്റ്റാണ്. പക്ഷേ അവിടെ സ്പെസിഫിക്കലി പറയേണ്ടതല്ലേ? ആക്ച്വലി ആണ്. ഇവിടെ ബൈ അപ്ലൈയിങ് ദ കോൺസെപ്റ്റ് ഓഫ് മോഡൽ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടതാണ്. ആ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റിൽ നമുക്കതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇതിന് സിമിലർ സെനാരിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനി ബൈബാക്ക് ചെയ്യുന്നു, കുറച്ച് ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നു, ദെൻ ബൈബാക്ക് ചെയ്യുന്നതിന് ഇക്വലൻ്റ് എമൗണ്ട് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെനാരിയോ കണ്ടതാണ്. അവിടെ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. ഇതല്ല, സിമിലർ പാറ്റേൺ ക്വസ്റ്റ്യൻ കണ്ടതാണ്. അപ്പോൾ അവിടെ നമ്മൾ അത് ലെവേർഡ് കമ്പനിയിൽ നിന്ന് അൺലെവേർഡ് കമ്പനിയായിട്ട് അൺലെവേർഡിൽ നിന്ന് ലെവേർഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടായ മാറ്റമാണ് ബേസിക്കലി നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്. കുറച്ചും കൂടെ ഡീസൻറ്റ് പരിപാടി എന്ന് പറയുന്ന ക്വസ്റ്റ്യനകത്ത് അപ്രോച്ച് അപ്ലൈ ചെയ്യാൻ പറയുക എന്നുള്ളതാണ്. പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്കത് മാനേജ് ചെയ്യാം. അത് ആണെന്നുള്ളത് മനസ്സിലാക്കാം. മേ ബി RTP ആയതുകൊണ്ടും അതിൽ ഫിനാൻസിങ് ഡിസിഷൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ഹെഡിങ് കൊടുത്തതുകൊണ്ടും ആവാം അവരതിലോട്ടൊരു ഫർദർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതർ വേ നമുക്ക് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണണം. ആരുടെ? ഈ ലെവേർഡ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണണം. അപ്പോൾ അതെങ്ങനെ കാണുക? അൺലെവേർഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ ഓഫ് അൺലെവേർഡ് തന്നിട്ടുണ്ട്. എത്രയാ? അത് 1750 lakh ആണ്. ഓക്കെ അല്ലേ? ഇനി അവിടുത്തെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്. അത് തന്നെയാണ് KO, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എത്രയാണ്? അത് ഓൾ ഇക്വിറ്റി കമ്പനി ആയതുകൊണ്ട് അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 20% ആണ്. ടാക്സ് റേറ്റ് ഉള്ളതാണ്. അപ്പോൾ വിത്ത് ടാക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ KE എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാണുക? NI ഡിവൈഡഡ് ബൈ SLA. NI ബൈ SLA KE എന്ന് പറയുക. അപ്പോൾ KE കാണണമെന്നുണ്ടെങ്കിൽ NI ബൈ S ചെയ്താൽ മതി. അപ്പോൾ KE 20% ആണ്, അത് NI ബൈ S ആണ്. NI എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ടാക്സ് ഉള്ള സ്ഥിതിക്ക് ഇവിടുത്തെ NI എന്ന് പറയുന്നത് എന്താ? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്.
അങ്ങനെയാണെങ്കിൽ PAT ബൈ വാല്യൂ ഓഫ് ഫേം, ഓൾ ഇക്വിറ്റി കമ്പനി ആയതുകൊണ്ട് വാല്യൂ ഓഫ് ഇക്വിറ്റിയും വാല്യൂ ഓഫ് ഫേമും എല്ലാം സെയിം തന്നെയാണ്. 1750 എന്ന് പറയുന്നത് 20% അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1750 ഇൻറ്റു 20% അല്ലേ? അതായത് 350 ലാക്ക്. ഈ 350 ലാക്ക് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. എത്രയാണ് ടാക്സ് റേറ്റ്? ക്വസ്റ്റിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പോൾ ടാക്സ് റേറ്റ് 30% ആണെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 70% ആയിരിക്കും. 350 ഡിവൈഡഡ് ബൈ 70% ആയിരിക്കും, വിച്ച് ഈസ് 500 ലാക്ക്. കാരണം 500 ലാക്കിൽ നിന്ന് 30% മൈനസ് ചെയ്യുമ്പോഴല്ലേ PAT 350 ലാക്കായിട്ട് മാറുക. അപ്പോൾ PBT കിട്ടി 500 ലാക്ക്. അങ്ങനെയാണെങ്കിൽ EBITയോ അല്ലെങ്കിൽ PBITയോ? EBIT 500 തന്നെ ആയിരിക്കും, കാരണം ഓൾ ഇക്വിറ്റി കമ്പനി അല്ലേ, ഇൻട്രസ്റ്റ് എമൗണ്ട് 0 അല്ലേ. അപ്പോൾ EBITന്ന് ഇൻട്രസ്റ്റ് 0 മൈനസ് ചെയ്യുമ്പോഴാണ് EBT ആയ 500 റുപ്പീസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ EBIT എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 500 ലാക്ക് തന്നെയായിരിക്കും. മനസ്സിലാവോ? ഇനി നമുക്ക് വേണ്ടത് ലെവേർഡ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ്. കോസ്റ്റ് ഇത്രയേ ഉള്ളൂ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓഫ് ലെവേർഡ് ഫേം. എന്താ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഫോർമുല? KE ഈസ് ഈക്വൽ ടു NI ഡിവൈഡഡ് ബൈ S. എന്താ NI? ഏണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണ്. അപ്പോൾ നമുക്ക് EBITയിൽ സ്റ്റാർട്ട് ചെയ്യണം, ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ചെയ്യണം, NI കണ്ടുപിടിക്കണം. S എടുക്കണം. എന്താ S? വാല്യൂ ഓഫ് ഫേമിൽ നിന്ന് വാല്യൂ ഓഫ് ഡെറ്റ് മൈനസ് ചെയ്താൽ വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും, അതാണ് S. നമുക്ക് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. EBITയിൽ സ്റ്റാർട്ട് ചെയ്യാം. EBIT 500 ലാക്ക്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. ഇൻട്രസ്റ്റ് എത്ര? ഇൻട്രസ്റ്റ് അവർ പുതുതായിട്ട് എത്ര രൂപയുടെ ഡെറ്റാണ് കൊണ്ടുവരുന്നത്? 275 ലാക്കിൻ്റെ ഡെറ്റാണ് കൊണ്ടുവരുന്നത്. അത് 15% ഡെറ്റാണ്. അപ്പോൾ 275 ലാക്കിന് 15% അല്ലേ ഇൻട്രസ്റ്റ് എന്ന് പറയുക? എത്ര രൂപ? 41.25 ലാക്ക്. EBT കിട്ടും. 500 ലാക്ക് മൈനസ് 41.25 ലാക്ക്, നമുക്ക് EBT എന്ന് പറയുന്നത് 458.75. അതിൽ നിന്ന് ടാക്സ് 30% മൈനസ് ചെയ്യാം. അപ്പോൾ 458ൻ്റെ 30% ടാക്സ് ആണ്. നേരെ EAT കിട്ടും 321 ലാക്ക്. ഓക്കെ ആണോ? അപ്പോൾ EAT ആണ് എന്തെന്ന് പറയുന്നത്? NI എന്ന് പറയുന്നത്. ഇനി S വേണം. എന്താ S? വാല്യൂ ഓഫ് ഫേം മൈനസ് വാല്യൂ ഓഫ് ഡെറ്റ് ആണ്. അപ്പോൾ അതിനാദ്യം വാല്യൂ ഓഫ് ഫേം വേണം. വാല്യൂ ഓഫ് ലെവേർഡ് ഫേം. അപ്രോച്ച് പ്രകാരം വാല്യൂ ഓഫ് ലെവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ ഓഫ് അൺലെവേർഡ് ഫേം പ്ലസ് ഡെറ്റ് ഇൻറ്റു ടാക്സ് അല്ലേ? വാല്യൂ ഓഫ് അൺലെവേർഡ് പ്ലസ് ഡെറ്റ് ഇൻറ്റു ടാക്സ്, ഇതല്ലേ വാല്യൂ ഓഫ് ലെവേർഡ് ഫേം എന്ന് പറയാം അപ്രോച്ച് വിത്ത് ടാക്സ് പ്രകാരം. അപ്പോൾ വാല്യൂ ഓഫ് അൺലെവേർഡ് ഫേം അതെത്ര? അത് ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ട് 1750 ലാക്കാണ്. അപ്പോൾ 1750 ലാക്ക് പ്ലസ് ഡെറ്റ് ഇൻറ്റു ടാക്സ്. എത്ര രൂപയുടെ ഡെറ്റാണ് യൂസ് ചെയ്തത്? 275 ലാക്കിൻ്റെ ഡെറ്റാണ്, അതിൻ്റെ 30% ആണ് ടാക്സ്. സോ 1750 പ്ലസ് 275 ഇൻറ്റു 30%, വിച്ച് ഈസ് 1832.50 ലാക്ക് ആയിരിക്കും നമ്മളുടെ ലെവേർഡ് ഫേമിൻ്റെ വാല്യൂ എന്ന് പറയാം. ഇതിൽ നിന്ന് ഡെറ്റിൻ്റെ വാല്യൂ 275 ലാക്ക് മൈനസ് ചെയ്താൽ നമുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടില്ലേ? വാല്യൂ ഓഫ് ഇക്വിറ്റി S കിട്ടും. എത്ര കിട്ടുക? 1832.50 ലാക്ക് മൈനസ് 275 ലാക്ക്, വിച്ച് ഈസ് 1557.50 ലാക്ക്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE കിട്ടും. എന്താണ്? NI ഡിവൈഡഡ് ബൈ S ആണ്. NI 321.13 ലാക്ക് ഡിവൈഡഡ് ബൈ S 1557.50 ലാക്ക്. ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 321.13 divided by 1557 into 100, which is 20.62% എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷനകത്ത് 20.62 ഉണ്ടോ? യെസ്, ഓപ്ഷൻ നമ്പർ D ആണ്. അപ്പോൾ അതാണ് നമ്മളുടെ 20.62% എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് അപ്രോച്ച് വിത്ത് ടാക്സ് അറിയാമെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാനിത് പോയേക്കുന്നത്. അപ്രോച്ച് വിത്ത് ടാക്സ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് പോകുകയായിരിക്കും. ആദ്യം അത് പോയി നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്ത ആളെ സംബന്ധിച്ച് നമ്മൾ ഡിറ്റോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അൺലെവേർഡ് ഫേം എങ്ങനെയാണ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തത്, അതിനകത്തുനിന്ന് നമ്മൾ എങ്ങനെയാണ് ലെവേർഡ് ഫേമിൻ്റെ വാല്യൂ എടുക്കുന്നത്, അതിൽ നിന്ന് ഡെറ്റിൻ്റെ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ ഇക്വിറ്റിയുടെ വാല്യൂ കിട്ടും. പിന്നെ നമ്മുടെ EBIT കണ്ടുപിടിച്ച് അതിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മൈനസ് ചെയ്ത് NI ഒക്കെ എടുക്കും. സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതേ പാറ്റേൺ ആണ് ഫോളോ ചെയ്തേക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി പാർട്ട് B ആണ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 4th ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. Vadman Limited gives you the following information related for the year ending 31st March 2024. അപ്പോൾ അവിടെ റേഷ്യോ അനാലിസിസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കുറേ റേഷ്യോസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, EPS ആൻഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ.
അപ്പോൾ എവിടെ തുടങ്ങാം? നമുക്ക് കറണ്ട് റേഷ്യോ ഉണ്ട് 3:1. വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 5 lakh. അറിയാം, കറണ്ട് റേഷ്യോയും വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. കാരണം കറണ്ട് റേഷ്യോ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ അത് 3:1 അല്ലെങ്കിൽ 3 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് ഈക്വൽ 3 ഇൻറ്റു കറണ്ട് ലൈബിലിറ്റി എന്നുള്ളൊരു ഫോർമുലയിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഞാനിത് ആൻസർ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി എല്ലാ ക്വസ്റ്റിനും ഫുള്ളി സോൾവ് ചെയ്ത് കാണിക്കുന്ന പ്രാക്ടിക്കൽ ആവില്ല, കാരണം ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരു 1 hour നമ്മുടെ സെഷനായി. അപ്പോൾ അത്രയും നമ്മുടെ ടൈം നീണ്ടു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റിനും സോൾവ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഞാൻ അത് ക്വിക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കറണ്ട് റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റും കറണ്ട് റേഷ്യോ ഉണ്ട്, അതിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ടെങ്കിൽ കറണ്ട് അസറ്റ് കറണ്ട് ലൈബിലിറ്റി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 10 എന്നാണ് തന്നിരിക്കുന്നത്. മാത്രമല്ല ക്വസ്റ്റിൻ അത് GP തന്നിട്ടുണ്ട് 25%. ഇപ്പോൾ GP ഉണ്ടെങ്കിൽ സെയിൽസിൽ നിന്ന് GP മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്താണ്? ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ്. അപ്പോൾ സെയിൽസിൽ നിന്ന് GP മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും, ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് യൂസ് ചെയ്യണോ ക്ലോസിംഗ് സ്റ്റോക്ക് യൂസ് ചെയ്യണോ? ആവറേജ് സ്റ്റോക്ക് തന്നെ യൂസ് ചെയ്യണം, കാരണം ക്വസ്റ്റിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ആവറേജ് സ്റ്റോക്കാണ് യൂസ് ചെയ്യേണ്ടത്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഈക്വൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 10 times ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ എടുക്കാം? സെയിൽസിൽ നിന്ന് GP മൈനസ് ചെയ്യണം. പക്ഷേ സെയിൽ ക്വസ്റ്റിനിൽ തന്നിട്ടില്ല, സെയിൽ നമുക്കറിയില്ല. അപ്പോൾ പിന്നെ സെയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ആ സെയിൽ കണ്ടുപിടിക്കാൻ നമുക്ക് ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യാം. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 2.5 ആണ്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ് ആണ്. അതിൽ സെയിൽസ് നമുക്കറിയില്ല, ടോട്ടൽ അസറ്റ്സ് നമുക്കറിയാം. എങ്ങനെ അറിയാം? നമുക്ക് ഓൾറെഡി കറണ്ട് അസറ്റ് കിട്ടിയിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ അസറ്റ് കിട്ടും. ആ ടോട്ടൽ അസറ്റ്സ് എടുത്ത് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് സെയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സെയിൽ 56,25,000 എന്ന് കിട്ടി. ആ സെയിൽസിൽ നിന്ന് GP മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾക്ക് ആവറേജ് സ്റ്റോക്ക് കിട്ടും. ആവറേജ് സ്റ്റോക്ക് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ബൈ 2 ആണ്. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവറേജ് സ്റ്റോക്ക് യൂസ് ചെയ്യാം. ഓക്കെ ആണോ? ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട്, പ്രീ ടാക്സ്. ഇപ്പോൾ റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രീ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ EBIT ബൈ ടോട്ടൽ അസറ്റ് ആണ്. ടോട്ടൽ അസറ്റ് നമുക്കറിയാം, അതിൽ നിന്ന് EBIT വർക്കൗട്ട് ചെയ്യാം. ഈ EBITയിൽ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്താൽ ക്യാഷ് പ്രോഫിറ്റ് കിട്ടും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അതിലോട്ട് വരാം. ഇനി ഡെറ്റിൻ്റെയും ഇക്വിറ്റിയുടെയും ഫണ്ടാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് 1:3 ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1:3 ആണ്. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇക്വിറ്റി 3 ആണെങ്കിൽ 1 time ആണ് ഡെറ്റ്. കറക്റ്റ് അല്ലേ? 1:3 മീൻസ് നമ്മുടെ ഇക്വിറ്റി 1 time ആണെങ്കിൽ അതിൻ്റെ 3 times ആണ് ഡെറ്റ് എന്ന് പറയാം. ഈ ഇക്വിറ്റിയും ഡെറ്റും കൂടെ ചേർന്നാൽ എന്ത് കിട്ടും? ഇക്വിറ്റിയും ഡെറ്റും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടും. അതിൻ്റെ കൂടെ നമ്മുടെ കറണ്ട് ലൈബിലിറ്റി കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ലൈബിലിറ്റി കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇക്വിറ്റി 1 time ആണെങ്കിൽ 3 times ഓഫ് ഇക്വിറ്റി അല്ലേ ഡെറ്റ് എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഇക്വിറ്റി 1 time ആണ്, അതിൻ്റെ 3 times ആണ് ഡെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റിയുടെ 3 times ആണ് എന്തെന്ന് പറയുന്നത്? ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വിറ്റിക്ക് പകരം 3 times ഓഫ് ഡെറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കാരണം എന്താ? ഇക്വിറ്റിയുടെ 1/3 പോർഷനാണ് ഡെറ്റ് എന്ന് പറയുന്നത്. 1:3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇക്വിറ്റി 3 പോർഷൻ വരുമ്പോൾ 1 പോർഷനാണ് ഡെറ്റായിട്ട് വരിക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇക്വിറ്റി എന്ന് പറയുന്നത് ഡെറ്റിൻ്റെ 3 times അല്ലേ. അപ്പോൾ 3 times ഓഫ് ഡെറ്റ് പ്ലസ് കറണ്ട് ലൈബിലിറ്റി ചേർത്താൽ ടോട്ടൽ ലൈബിലിറ്റി കിട്ടും. ടോട്ടൽ ലൈബിലിറ്റി ടോട്ടൽ അസറ്റ് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 15 lakh പ്ലസ് 1,50,000 ആണ്. അതിൽ നിന്ന് നമുക്ക് ഡെറ്റിൻ്റെ വാല്യൂവും ഇക്വിറ്റിയുടെ വാല്യൂവും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇനി EBIT നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻട്രസ്റ്റും ടാക്സും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എവിടെ നിന്ന് കിട്ടും? ഇൻട്രസ്റ്റ് നമുക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് പറഞ്ഞിട്ടുണ്ട് 9% ആണ്. ഡെറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി. EBIT നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക, EBIT കിട്ടും. ടാക്സ് മൈനസ് ചെയ്യുക, EAT കിട്ടും. പ്രിഫറൻസ് ഷെയർ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്താൽ ഏണിങ്സ് അവൈലബിൾ ഡിഗ്രി ഷെയർ ഹോൾഡർ കിട്ടും. ഇനി എന്തൊക്കെയാണ് ചോദ്യം ചോദിച്ചേക്കുന്ന? ഒന്ന്, ക്വിക്ക് റേഷ്യോ കാണണം. എന്താ ക്വിക്ക് റേഷ്യോ? കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ്. നമ്മുടെ കയ്യിൽ എല്ലാ ഡേറ്റയും ഉണ്ട്. കറണ്ട് അസറ്റ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, കറണ്ട് ലൈബിലിറ്റി ഉണ്ട്. അടുത്ത ഫിക്സഡ് അസറ്റ് ആണോ റേഷ്യോ? സെയിൽസ് ബൈ ഫിക്സഡ് അസറ്റ് ആണ്. സെയിൽ ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്. അടുത്ത ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ ആണ് നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന റേഷ്യോ. എന്താ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ? നമുക്ക് 2 രീതിയിൽ ചെയ്യാം.
ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ സ്റ്റാർട്ട് ചെയ്യാം, PAT സ്റ്റാർട്ട് ചെയ്യാം, ഇൻട്രസ്റ്റ് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യാം, നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ബാക്ക് ചെയ്യാം. ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ RTP സോൾവ് ചെയ്തേക്കുന്നത് EBITയിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഈ PATയിൽ നിന്ന് ഇൻട്രസ്റ്റ് ആഡ് ബാക്ക് ചെയ്യുന്നതിന് പകരം അവർ എവിടെ സ്റ്റാർട്ട് ചെയ്തു? EBITയിൽ സ്റ്റാർട്ട് ചെയ്തു. EBITയുടെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്തു. ഡിപ്രീസിയേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, 50,000 റുപ്പീസാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ EBITയുടെ കൂടെ 50,000 റുപ്പീ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 3,87,500 കിട്ടി. ഓക്കെ ആണോ? ഇതും കറക്റ്റ് തന്നെയാണ്. നമുക്ക് PATയിൽ സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ ടാക്സിൻ്റെ എഫക്റ്റ് കൂടെ ഉണ്ടാവും. ഇവിടെ അവർ ടാക്സിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. അത് വാലിഡ് ആണ്, കാരണം സ്റ്റഡി മെറ്റീരിയൽ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ ആയിട്ട് കൊടുത്തേക്കുന്ന PAT+ എന്ന് തന്നെയാണ്. സോ ആ ആൻസർ വാലിഡ് ആണ്. ഇവർ EBITയിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. EBITയുടെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇൻസ്റ്റാൾമെൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെൻറ്റ് 2 lakh rupees ആണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ കിട്ടും. ഇനി ചോദിച്ചേക്കുന്നത് EPS ആണ്, ഏണിംഗ് പെർ ഷെയർ. ഏണിംഗ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്താൽ EPS കിട്ടും. MBS ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പ്രൈസ് ഏണിംഗ് റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ MBS ബൈ EPS ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഏണിംഗ് റേഷ്യോയും കിട്ടും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻസിങ് ഡിസിഷൻ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ചോദ്യമാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് സംയുക്ത ലിമിറ്റഡ് ഇസ് ആസ് ഫോളോസ്. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുന്നു 12% ഡിവിഡൻഡ് 3,50,000, 14% പ്രിഫറൻസ് ഷെയർ 4,50,000, ഇക്വിറ്റി ഷെയർസ് ഫേസ് വാല്യൂ 10 each ആണ് 8,50,000, എല്ലാം കൂടെ 16,50,000. അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നു 100 per ഡിബഞ്ചർ റിഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 6% വിത്ത് എ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5% ആൻഡ് എ 5 years മെച്യൂരിറ്റി. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡിബഞ്ചർ 115. ചോദ്യം ഫൈനലി ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ആണ്. ഈസി ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് കാണാനുള്ള ഡേറ്റ എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. റിഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 6% ആണ്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. I × 1 - T. I 12% ആണ്, ടാക്സ് റേറ്റ് 25. അപ്പോൾ 12 × 75% പ്ലസ് RV - NB. RV റിഡംഷൻ അറ്റ് എ പ്രീമിയം ഓഫ് 6% ആണ്, അപ്പോൾ 106. മൈനസ് NB ഇഷ്യൂ പ്രൈസ്. കറണ്ട് ഇഷ്യൂ പ്രൈസ് അവർ പറഞ്ഞിട്ടില്ല, പകരം കറണ്ട് മാർക്കറ്റ് പ്രൈസ് 115 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൊട്ടേഷൻ കോസ്റ്റ് 5% എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 115 ആണ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്, കാരണം മാർക്കറ്റ് പ്രൈസിന് ഇഷ്യൂ ചെയ്തു എന്നാണ് നമ്മുടെ അസംഷൻ. അതിൽ നിന്ന് ഫ്ലൊട്ടേഷൻ കോസ്റ്റ് 5% മൈനസ് ചെയ്യാം, NP കിട്ടും, ഡിവൈഡഡ് ബൈ RV + NB / 2. അപ്പോൾ ഈ ഫ്ലൊട്ടേഷൻ കോസ്റ്റ് 5% ഏതിൻ്റെ പുറത്തെടുക്കണം? ഞാൻ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്തവർക്കറിയാം, നമുക്ക് പിന്നെ എന്താണ് നമ്മളുടെ ഫ്ലൊട്ടേഷൻ കോസ്റ്റിന് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഒന്നുമില്ല. 5% എന്ന് പറയുന്നത് ഇഷ്യൂ പ്രൈസിൻ്റെ പുറത്ത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഫേസ് വാല്യൂവിൻ്റെ പുറത്തെടുക്കാം. ഇവിടെ ഇഷ്യൂ പ്രൈസിൻ്റെ പുറത്തെടുക്കാം, അതാണ് കുറച്ചുകൂടെ റീസണബിൾ അസംഷൻ. അപ്പോൾ 115 ആണ് നമ്മുടെ ഇഷ്യൂ പ്രൈസ്, അതിൻ്റെ 5% ഫ്ലൊട്ടേഷൻ കോസ്റ്റ് പോയിട്ട് 109.25 ആണ് നെറ്റ് പ്രൊസീഡ്സ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നേരെ ഫോമുല അപ്ലൈ ചെയ്ത് KD കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ പ്രിഫറൻസ് ഷെയർ റിഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 10%, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് 2% വിത്ത് ഫ്ലൊട്ടേഷൻ കോസ്റ്റ് 5% ഓൺ ഇഷ്യൂ പ്രൈസ്. അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഫ്ലൊട്ടേഷൻ കോസ്റ്റ് ഓഫ് 5% ഓൺ ഇഷ്യൂ പ്രൈസ്. അപ്പോൾ അവിടെ വളരെ സ്പെസിഫിക് ആണ്, ഇഷ്യൂ പ്രൈസിൻ്റെ പുറത്താണ് ഫ്ലൊട്ടേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് പെർ പ്രിഫറൻസ് ഷെയർ ഈസ് 108. ഇറ്റ് ഹാസ് മെച്യൂരിറ്റി ഓഫ് 10 years. അപ്പോൾ ഇവിടെ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് 2% ആണ്. നമ്മൾ 2% ഡിസ്കൗണ്ടിലാണ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് 108 ആണ്, അത് 2% ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 108ൽ നിന്ന് 2% ഇതും കഴിഞ്ഞ് ഫ്ലൊട്ടേഷൻ കോസ്റ്റ് 5% ഓഫ് ഇഷ്യൂ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ 5% ഫ്ലൊട്ടേഷൻ കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ആയ 108ൽ നിന്ന് 2% മൈനസ് ചെയ്തിട്ടാണ്. പിന്നെ അതിനകത്തുനിന്ന് 5% ഫ്ലൊട്ടേഷൻ കൂടെ മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ് കിട്ടും. ഇവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് 2% എന്ന് പറയുമ്പോൾ നോർമൽ കോഴ്സിൽ നമ്മൾ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫേസ് വാല്യൂവിൻ്റെ പുറത്താണ്. അപ്പോൾ അവിടെ ഫേസ് വാല്യൂവിൻ്റെ 2% അല്ലേ ഡിസ്കൗണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കത് മാർക്കറ്റ് പ്രൈസ് ഇഗ്നോർ ചെയ്തുകൂടെ എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 108 ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ആ 108ൽ നിന്ന് 2% ഡിസ്കൗണ്ട് മൈനസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സത്യത്തിൽ ആ ക്വസ്റ്റ്യനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട്. കാരണം ജനറലി 100 per പ്രിഫറൻസ് ഷെയർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂവിൻ്റെ പുറത്താണ് നമ്മൾ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അതിൻ്റെ പുറത്ത് 2% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രൈസ് എന്നാണ് അസംഷൻ എടുക്കുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനകത്ത് സ്പെസിഫൈ ചെയ്യണമായിരുന്നു ഡിസ്കൗണ്ട് ഓഫ് 2% ഓൺ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയേണ്ടതായിരുന്നു. ആ ക്വസ്റ്റ്യനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട്, കുട്ടികൾക്കൊരു ഡൗട്ട് തോന്നാൻ ചാൻസ് ഉള്ള സംഗതി തന്നെയാണ്.
അൺഫോർച്ചുനേറ്റ്ലി ആ ക്വസ്റ്റ്യൻ അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 108ൻ്റെ പുറത്താണ് 2% ഡിസ്കൗണ്ട് മൈനസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പുറത്ത് 5% ഫ്ലോട്ടേഷൻ കൂടെ മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ് കിട്ടും. ഫൈനലി ഇക്വിറ്റി ഷെയറിൻ്റെ കേസ്, ഇക്വിറ്റി ഷെയർ ഹാസ് ഫ്ലോട്ടേഷൻ ഓഫ് 5 വിത്ത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ കോട്ടഡ് അറ്റ് 30, paid a last dividend of 4, and company is expected to give an annual growth rate of 9% on dividend. Company has a practice of paying all its earnings in the form of dividend. നമുക്ക് ഇതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? KE കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? നമുക്ക് ഗോർഡൻ മോഡൽ അപ്ലൈ ചെയ്യാം. D1/P0 + G എന്ന് പറഞ്ഞ ഫോമുല നമുക്ക് അവിടെ ഉപയോഗിക്കാം. മാർക്കറ്റ് പ്രൈസ് 30 ആണ്, പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5 ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 25 റുപ്പി. D1 നമുക്ക് ഡിവിഡൻറ്റ് 4 റുപ്പി ഉണ്ട്, അതിനകത്ത് ഗ്രോത്ത് 9% ഗ്രോത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് D1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4-നകത്ത് 9% ഗ്രോത്ത് അപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ P0. പിന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? D1/P0 + G ആണ്. അപ്പോൾ P0 എന്ന് പറഞ്ഞാൽ നമ്മുടെ 30 ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്തിട്ട് 25 റുപ്പി P0 + G എന്ന് പറയുന്നത് 9% ആണ്. സോ 9% അപ്ലൈ ചെയ്തിട്ട് KE കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഉപയോഗിച്ച് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് വാല്യൂ വെയിറ്റ് വെച്ച് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. റിതു ലിമിറ്റഡ് ഇൻ ദ എക്സ്പാൻഷൻ സ്റ്റേജ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അവിടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. EBIT മുതൽ നമ്പർ ഓഫ് ഷെയർസ്, EPSും പിന്നെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ വരെ. ഇനി കമ്പനി ഹാസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് 10 lakh ആൻഡ് റിക്വയർഡ് 5 lakh ഫർദർ ഫോർ മോഡേണൈസേഷൻ. അപ്പോൾ അവർ അഡീഷണൽ ആയിട്ട് ഒരു 5 lakh rupees കൂടെ ഫണ്ട് റേസ് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യണം. ഇനി കമ്പനി ഹാസ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് കോൺസ്റ്റന്റ്. ഇപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കോൺസ്റ്റന്റ് ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ലെസ്സർ ദാൻ 2 വിൽ റേസ് ദ പി റേഷ്യോ ടു 12. ഇപ്പോഴത്തെ പി റേഷ്യോ 10 ആണ്, അത് 12 ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ അഡീഷണൽ ഡെറ്റ് ഈസ് 12%. Then you are required to ascertain the probable price of share if additional capital are raised as debt or amount is raised by issuing equity shares at ruling market price. അപ്പോൾ അഡീഷണൽ ഫണ്ട് ഡെറ്റ് ആയിട്ട് റേസ് ചെയ്താലോ ഇക്വിറ്റി ആയിട്ട് റേസ് ചെയ്താലുള്ള MBS കാണാനാണ് ചോദ്യം. നമ്മൾ സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തതാണ്, വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്താ നോക്കണ്ടേ? എക്സിസ്റ്റിംഗ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്ന് നോക്കണം. അതിന് ആദ്യം എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അവിടെ ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 10% ഇൻട്രസ്റ്റ് 1 lakh ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 lakh rupees ഡെറ്റ് അവിടെ ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 50,000 ആണ്, ഓഫ് 10 ഈച്ച് ആണ്. അപ്പോൾ 5 lakh rupees ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. പിന്നെ അവിടെ റിസർവ്സ് 10 lakh ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അനദർ 10 lakh rupees റിസർവ്സും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 25 lakh rupees ആണ് ഇപ്പോഴത്തെ ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോഴത്തെ EBIT വിച്ച് ഈസ് 5 lakh ഡിവൈഡഡ് ബൈ 25 lakh. അപ്പോൾ 5 lakh by 25 lakh 1/5 20% എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 20% ആണ്. നമ്മൾ ഇനി അഡീഷണൽ ആയിട്ടൊരു 5 lakh rupees കൂടെ ഫണ്ട് റേസ് ചെയ്താൽ ക്യാപിറ്റൽ 25 + 5 30 lakh ആവും. 30 lakhൻ്റെ 20% റിട്ടേൺ വരും. ദാറ്റ് ഈസ് EBIT എന്ന് പറയുന്നത് 30 lakhൻ്റെ 20% വിച്ച് ഈസ് 6 lakh rupees വരും അല്ലേ? കാരണം മൊത്തം ക്യാപിറ്റൽ 30 lakh. അപ്പോൾ 30 lakhൻ്റെ 20% 6 lakh rupees ആയിരിക്കും ടോട്ടൽ EBIT. ഇനി അവിടെ ഒരു പ്രശ്നമുള്ളത് പി റേഷ്യോയുടെ കേസിലാണ്. പി റേഷ്യോ ലെസർ ദാൻ 2 ആണോ ഗ്രേറ്റർ ദാൻ 2 ആണോ നോക്കണം. അത് അഡീഷണൽ ഫണ്ട് ഡെറ്റ് ആയിട്ട് റേസ് ചെയ്താൽ എത്ര വരുമെന്നും ഇക്വിറ്റി ആയിട്ട് റേസ് ചെയ്താൽ എത്ര വരുമെന്നും നോക്കണം. അഡീഷണൽ ഫണ്ട് ഡെറ്റ് ആണെങ്കിൽ ഇപ്പോൾ അവിടെ എത്ര ഡെറ്റ് ഉണ്ട്? ഇപ്പോൾ അവിടെ 10 lakh rupees ഡെറ്റ് ആണുള്ളത്. അപ്പോൾ ആ 10ൻ്റെ കൂടെ ഒരു അനദർ 5 lakh ഡെറ്റും കൂടെ വരും. അപ്പോൾ 15 lakh വരും. ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എന്ന് പറയുന്നത് 10 lakhൻ്റെ ഇക്വിറ്റി, 10 lakhൻ്റെ റിസർവ്, 5 lakhൻ്റെ ഇക്വിറ്റി, ടോട്ടൽ 15 lakhൻ്റെ ഇക്വിറ്റിയാണ്. അപ്പോൾ 15/15 1 എന്നാണ് നമ്മുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വരിക, വിച്ച് ഈസ് ലെസർ ദാൻ 2. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ഫണ്ട് ഡെറ്റ് ആയിട്ട് റേസ് ചെയ്താൽ നമ്മുടെ പി റേഷ്യോ 12 ആയിട്ട് മാറും. എന്നാൽ ഇക്വിറ്റി ആയിട്ടാണ് റേസ് ചെയ്യുന്നതെങ്കിലോ ഡെറ്റ് ആകെ 10 മാത്രമേ ഉള്ളൂ, ഡിവൈഡഡ് ബൈ 30 എന്ന് വരും. അപ്പോൾ 1/3 ആണ്, 33.33% അല്ലെങ്കിൽ 3.33 എന്നാണ് വരിക. അപ്പോൾ അത് വിച്ച് ഈസ് മോർ ദാൻ 2 ആണ്. അപ്പോൾ അവിടെ പി റേഷ്യോ പഴയത് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് MBS കാൽക്കുലേറ്റ് ചെയ്യാം. ജസ്റ്റ് EBITയിൽ സ്റ്റാർട്ട് ചെയ്യുക, 6 അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക. ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ ഓർക്കുക എക്സിസ്റ്റിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് സെയിം തന്നെ, പുതിയ ഇൻട്രസ്റ്റ് 12% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. EBIT കിട്ടും, ടാക്സ് മൈനസ് ചെയ്യുക, EAT കിട്ടും, നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് ഷെയർ എടുക്കുമ്പോൾ പുതിയതിനകത്ത് നമ്പർ ഓഫ് ഷെയർ മാറും, കാരണം അഡീഷണൽ 5 lakh rupees മാർക്കറ്റ് പ്രൈസിൽ ഇഷ്യൂ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് പ്രൈസ് എങ്ങനെ എടുക്കാം? EPS 5.6ഉം പ്രൈസ് ഏർണിംഗ് റേഷ്യോ 10 ആണ്. അപ്പോൾ 56 rupees ആണ് മാർക്കറ്റ് പ്രൈസ് വരിക. അപ്പോൾ 5 lakh by 56 ആണ് നമ്പർ ഓഫ് ഷെയർസ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർ മാറും. ഇനി പുതിയ EPS കിട്ടും, അതിന് പി റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. പി റേഷ്യോയുടെ കേസിൽ അഡീഷണൽ ഫണ്ട് ഡെറ്റ് ആയിട്ട് റേസ് ചെയ്താൽ പി റേഷ്യോ 12 ആയിട്ട് മാറുന്നുണ്ട്, മറ്റേത് 10 ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരുപാട് തവണ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അടുത്ത
ലെവറേജിലെ ക്വസ്റ്റൻ ആണ്. From the following financial data of company X and Y, prepare their income statement, calculate a margin of safety for both the company and percentage change in EPS for both the company if percentage change in sales is 25%. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? ഇപ്പോൾ കമ്പനി എക്സിൻ്റെ കേസിൽ ഫിനാൻഷ്യൽ ലെവറേജ് തന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ബാക്കിയുള്ളതെല്ലാം വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ലെവറേജിൽ സ്റ്റാർട്ട് ചെയ്യണം. ഫിനാൻഷ്യൽ ലെവറേജ് 4:1 ആണ്. ഫിനാൻഷ്യൽ ലെവറേജ് 4 ആണ്. ഫിനാൻഷ്യൽ ലെവറേജ് എന്താ? EBIT/EBT ആണ്. അപ്പോൾ EBIT/EBTയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം, എങ്കിൽ മാത്രമേ ബാക്കിയുള്ള സംഗതി കണ്ടുപിടിക്കാൻ പറ്റും. അതിനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? EBT എന്ന് പറയുന്നത് EBIT മൈനസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ EBIT/EBT എന്ന് പറയുന്നത് 4 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് EBIT കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. EBIT കണ്ടുപിടിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. കാരണം വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ബാക്കി എല്ലാ സംഗതികളും കിട്ടും. ഇനി രണ്ടാമത്തെ കേസിൽ ഇവിടെ ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണ് തന്നിരിക്കുന്നത് 5:1. ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്താ? കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ EBIT എന്ന് പറയുന്നത് 5:1 ആണ്, അല്ലെങ്കിൽ 5 ആണ്. ഈ കോൺട്രിബ്യൂഷനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സംഗതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്കറിയാം 6,000 റുപ്പീസ് ആണ്. പിന്നുള്ളത് വേരിയബിൾ കോസ്റ്റ് 65% ഓഫ് സെയിൽസ് ആണ്. സെയിൽസ് 1,45,000 ആണ്. അപ്പോൾ 1,45,000ൻ്റെ 65% സെയിൽസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷൻ നേരെ നമുക്കിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ EBIT കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി എല്ലാ സംഗതികളും നമുക്ക് അതിൽ നിന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈസി ക്വസ്റ്റൻ ആണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇവിടെ EBIT മൈനസ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ മാറ്റിയിട്ട് അതിൽ നിന്ന് EBIT വർക്കൗട്ട് ചെയ്തു. രണ്ടാമത്തേനകത്ത് നമുക്ക് സെയിൽസും ഇതിൽ നിന്ന് ബാക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഗതികൾ വർക്കൗട്ട് ചെയ്യാം. അതിൽ നിന്ന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതിനൊപ്പം അവർ മാർജിൻ ഓഫ് സേഫ്റ്റി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് ബ്രേക്ക് ഇവൻ പോയിന്റ് കാണണം. മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ 1 ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്നുള്ള ഫോമിൽ യൂസ് ചെയ്താലും മതി. മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. കാരണം MOS എന്ന് പറയുന്ന 1 ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണ്. അല്ലെങ്കിൽ 1 മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് ലെവറേജ് കിട്ടും. ആ ഫോമിലയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എടുക്കാം. ഇനി അങ്ങനെ ഒരു ഫോമുല അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഇവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവർ ചോദിച്ചേക്കുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഫോർ ബോത്ത് ദ കമ്പനി ഇഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഈസ് 25%. അപ്പോൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ സെയിൽ 25% ചേഞ്ച് ആയാൽ EPS എത്ര ചേഞ്ച് ആവും എന്നാണ് ചോദ്യം. അപ്പോൾ സെയിൽസും EPSുമായിട്ടുള്ള റിലേഷൻ ഏത് ലെവറേജ് ആണ്? കമ്പൈൻ ലെവറേജ് ആണ്. അപ്പോൾ കമ്പൈൻ ലെവറേജ് എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം സെയിൽ 25 മാറിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് EPS എത്ര മാറും എന്നുള്ളത് നമുക്ക് കമ്പൈൻ ലെവറേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അപ്ലൈ ടു യു. ടോട്ടൽ ഏർണിംഗ്സ് 4,50,000, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 25,000, റിട്ടൻഷൻ റേഷ്യോ 40%, MBS 198. Then applying Volter's model, analyze whether company is following an optimum dividend policy. അപ്പോൾ നമ്മുടെ കമ്പനി ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി ആണോ ഫോളോ ചെയ്യുന്നത്? വോൾട്ടർ മോഡലാണ്. അപ്പോൾ ഒപ്റ്റിമോ ആണോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? 3 സെനാരിയോ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? അതായത് നമ്മളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളുടെ KEയും IRRും KEയും കൂടെ കമ്പയർ ചെയ്യണം. അപ്പോൾ IRRും KEയും കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഒപ്റ്റിമം ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. കാരണം IRR KE കമ്പയർ ചെയ്യുമ്പോൾ 3 സെനാരിയോ ആണ്. അപ്പോൾ IRR ഗ്രേറ്റർ ദാൻ KE ആണ്. എന്ന് വെച്ചാൽ IRR എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ ആണ്. KEയോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഇൻ അതർ വേർഡ്സ് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ ആണ്. ഇതിൽ ഏത് റിട്ടേൺ ആണോ കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇപ്പോൾ IRR ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എങ്കിൽ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല? ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. കാരണം കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് അവിടെ റീറ്റെയിൻ ചെയ്യണം, എങ്കിലല്ലേ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ IRR ഗ്രേറ്റർ ദാൻ KE ആണെങ്കിൽ കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് എത്ര ആവണം? 0 ആവണം. ഇനി IRR ലെസ് ദാൻ KE ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് മാക്സിമം ആക്കണം, 100% കൊടുക്കണം. കാരണം ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ ഡിവിഡൻഡ് മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് IRRും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും KEയുമാണ്. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, റിട്ടൻഷൻ റേഷ്യോ തന്നിട്ടുണ്ട് 40% ആണ്, ടോട്ടൽ ഏർണിങ്സ് തന്നിട്ടുണ്ട് 4,50,000 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാം. കാരണം റിട്ടേൺ എന്ന് പറയുന്നത് 4,50,000 റുപ്പീസാണ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 25,000 ഷെയർസ് ഓഫ് 100 ഈച്ച് ആണ്. അപ്പോൾ 25,000 ഷെയർസ് ഓഫ് 100 ഈച്ച് എന്ന് പറയുമ്പോൾ 25 lakh റുപ്പീസാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയണേ. അതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആസ് പെർ വോൾട്ടർ മോഡൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 4,50,000 ഡിവൈഡഡ് ബൈ 25 lakh ആണ്. അതിൽ നിന്ന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 18% കിട്ടും.
ഇനി കെ ഇ കാൽക്കുലേറ്റ് ചെയ്യണം. കെ ഇ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? നമുക്ക് പി റേഷ്യോ കണ്ടുപിടിച്ചാൽ 1/P റേഷ്യോ അപ്ലൈ ചെയ്യാം. എങ്ങനെ പി റേഷ്യോ എടുക്കാം? ഏണിങ്സ് അറിയാം, നമ്പർ ഓഫ് ഷെയർ അറിയാം, ഡിവൈഡ് ചെയ്താൽ EPS ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പി റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. പി റേഷ്യോ കണ്ടുപിടിച്ചാൽ 1/P എന്ന് പറയുന്നത് കെ ഇ ആണ്. അതിൽ നിന്ന് കെ ഇ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ 198/18 11 കിട്ടും. 1/11 9.91% കിട്ടും. അതാണ് കെ ഇ. ഇനി ROE കെ ഇ കമ്പയർ ചെയ്യണം. ROI 18% ആണ്, കെ ഇ 9% ആണ്. അപ്പോൾ ROI കൂടുതലാണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് എന്ന് വെച്ചാൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് അവിടെ റീറ്റെയിൻ ചെയ്യണം. ഡിവിഡൻഡ് പേ ചെയ്യാൻ പാടില്ല. ഒപ്റ്റിമം പേ ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 പേ ഔട്ട് ആയിരിക്കും. ഓക്കെ ആണോ? പിന്നെ ചോദിച്ചേക്കുന്നത് കമ്പ്യൂട്ടർ പി റേഷ്യോ അറ്റ് വെച്ച് ഡിവിഡൻഡ് പോളിസി വിൽ ഹാവ് നോ എഫക്ട് ഓൺ വാല്യൂ ഷെയർ. ഓൾസോ കാൽക്കുലേറ്റ് MBS അറ്റ് സച്ച് പി റേഷ്യോ. അപ്പോൾ ഡിവിഡൻഡ് പോളിസിക്ക് പി എഫക്റ്റ് ഇല്ലാതിരിക്കണമെങ്കിലുള്ള പി റേഷ്യോ എത്ര ആവണം എന്നാണ് ചോദിച്ചേക്കുന്നത്. എപ്പോഴാണ് ഡിവിഡൻഡ് പോളിസിക്ക് എഫക്റ്റ് ഉണ്ടാവാത്തത്? ഡിവിഡൻഡ് പോളിസി ഇറലവൻ്റ് ആവുന്ന എപ്പോഴാണ്? കെയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും സെയിം ആകുന്ന സെനാരിയോയിലാണ് നമ്മുടെ ഡിവിഡൻഡ് പോളിസി റെലവൻ്റ് അല്ലാതാവുന്നത്. കാരണം അത് രണ്ട് സെയിം ആയാൽ ആര് ഇൻവെസ്റ്റ് ചെയ്താലും സെയിം എഫക്റ്റ് ആണ്. അപ്പോൾ അവിടെ ഡിവിഡൻഡ് പോളിസി ഇറലവൻ്റ് ആവും. അപ്പോൾ ഡിവിഡൻഡ് പോളിസി ഇറലവൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? നമ്മുടെ ROI കെയ്ക്ക് ഈക്വലൻ്റ് ആവണം. അപ്പോൾ നമ്മുടെ കെ എന്ന് പറയുന്നത് എത്രയാവണം? നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആയ 18%-ന് തുല്യമാണ്. അപ്പോൾ കെ ഷുഡ് ബി 18%. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 18 ആണ്. സോ കെ ഷുഡ് ബി 18%. കെ 18% ആകണയാൽ പി എത്ര ആവും? 1/18%. അത് 5.56 ടൈംസ് ആണ്. അപ്പോൾ 5.56 ആയാൽ നമ്മുടെ ഡിവിഡൻഡ് പോളിസി ഇറലവൻ്റ് ആവും. ഇനി ആ പിയിലുള്ള നമ്മുടെ MBS എത്രയാണ്? EPS ഇൻറ്റു പി റേഷ്യോ. EPS 18 ആണ്, ഇൻറ്റു പി റേഷ്യോ 5.56 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ മാർക്കറ്റ് പ്രൈസ് കിട്ടും. ലാസ്റ്റ് വിൽ യു ഡിസിഷൻ ചേഞ്ച് ഇഫ് പി റേഷ്യോ ഈസ് 4.5. പി റേഷ്യോ 4.5 ആയാൽ നമ്മുടെ ഡിസിഷൻ മാറുമെന്നാണ് ചോദ്യം. അപ്പോൾ പി റേഷ്യോ 4.5 ആയാൽ കെ ഇ മാറും. കെയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒപ്റ്റിമം ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഫൈനൽ ആൻസർ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ കെ 22.22% ആണ്. ഈ 22.22 എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതലാണ്. കാരണം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയേ ഉള്ളൂ? 18% ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല? കമ്പനി ഷുഡ് ബി ടു ഡിസ്ട്രിബ്യൂട്ട് എവറിത്തിങ് ആൻഡ് റീറ്റെയിൻ നത്തിങ്. അവരൊന്നും റീറ്റെയിൻ ചെയ്യാൻ പാടില്ല. കാരണം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്, കെ ഇ കൂടുതലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാൻ പാടില്ല? ഒന്നും റീറ്റെയിൻ ചെയ്യാൻ പാടില്ല. മാക്സിമം എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് 100% ആയിട്ട് മാറും. 100% പേ ഔട്ട് ആയിരിക്കും അവിടുത്തെ ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി എന്ന് പറയും. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. A company is considering proposal to take up a new project which requires investment of 850 lakh in plant and machinery and 150 lakh in working capital. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 850 ലാക്ക്. ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 850 ലാക്ക്, വർക്കിംഗ് ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 150 ലാക്ക്, ടോട്ടൽ 1000 ലാക്ക്. Then the project is expected to yield the following cash flow before tax and depreciation over the next 5 years. നമുക്ക് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടേ? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത്, ടാക്സ് മൈനസ് ചെയ്ത്, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്ത് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദ പ്രൊജക്ട് ഈസ് 14%. ദാറ്റ് ഈസ് അവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 14% ആണ്. നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് 14% റേറ്റിലാണ്. ആൻഡ് അസറ്റ് മസ്റ്റ് ബി ഡിപ്രീസിയേറ്റഡ് അറ്റ് 20% ഓൺ WDV ബേസിസ്. അപ്പോൾ ഡിപ്രീസിയേഷൻ WDV ആണ്. സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് 5-year പീരീഡ് മേ ബി ടേക്കൺ ആസ് 140 lakh. ഇൻകം ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ടു ദ കമ്പനി ഈസ് 20%. ദിസ് ഈസ് ദ ഓൺലി അസറ്റ് ഇൻ ദ എൻറ്റയർ ബ്ലോക്ക്. നമുക്ക് മൊത്തം ബ്ലോക്കിൽ ആകെ ഒരു അസറ്റേ ഉള്ളൂ. നമുക്ക് WDV ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഈസ് അറ്റ് 15% ഫോർ ക്യാപിറ്റൽ ലോസ് ആസ് വെൽ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അവർ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട് 15% ആണ്. അത് ക്യാപിറ്റൽ ലോസിനകത്തും ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നോക്കണം. Then you are required to calculate net present value of the project and advise the management to take appropriate decision. അപ്പോൾ ഇവിടെ ഒരു ക്യാഷ് ഫ്ലോയുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സെനാരിയോ വന്നാൽ 3 കേസാണ്. ഇനീഷ്യൽ, ഇൻ്ററിം, ടെർമിനൽ അല്ലേ? ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എത്രയ്ക്കായിരിക്കും? 850 ലാക്കും 150 ലാക്കും 1000 ലാക്കാണ് ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ 1000 ലാക്കാണ്. ഇനി ഇൻ്ററിം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ 850 ലാക്കിന് 20% WDV ബേസിസിലാണ്. അപ്പോൾ 850യുടെ 20% മൈനസ് ചെയ്യുക, ബാക്കിയുള്ളതിൻ്റെ 20%. അങ്ങനെ WDV ഡിപ്രീസിയേഷൻ വർക്കൗട്ട് ചെയ്യുക. ഡിപ്രീസിയേഷൻ വർക്കൗട്ട് ചെയ്തിട്ട് 5ാമത്തെ വർഷം കഴിയുമ്പോൾ ക്ലോസിംഗ് WDV എത്രയാണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമുക്കതിന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ക്ലോസിംഗ് ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യുക. 850 ലാക്കിന് 20% WDV ബേസിസിൽ ഡിപ്രീസിയേഷൻ വർക്കൗട്ട് ചെയ്തുകൊണ്ട് വരിക. ദെൻ
സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഇനി ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണ്. അപ്പോൾ ടെർമിനൽ ക്യാഷ് ഫ്ലോ എടുക്കാനായിട്ട് അതിന് മുമ്പ് ഇൻ്ററിം തീർക്കുക, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക, ടാക്സ് മൈനസ് ചെയ്യുക, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക, ക്യാഷ് ഫ്ലോ എടുക്കുക, അതിനെ പ്രസന്റ് വാല്യൂ കൊണ്ടുവരിക. ഏത് റേറ്റിൽ? 14% പ്രസന്റ് വാല്യൂ കൊണ്ടുവരിക. ഇനി ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണ്. ടെർമിനൽ ക്യാഷ് ഫ്ലോയുടെ കേസിൽ സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 140 lakh ആണ്. പക്ഷേ അവിടെ ഈ 140 lakhന് സെല്ല് ചെയ്യുമ്പോൾ അവിടെ ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ടോ എന്ന് അറിയണം. അതിനെന്ത് ചെയ്യണം? നമ്മളുടെ അസറ്റ് 20% WDV ഡിപ്രീസിയേഷൻ എടുത്ത് ക്ലോസിംഗ് WDV എത്രയാണെന്ന് നോക്കുക. അപ്പം ഞാൻ ആൻസർ വെച്ച് പറയാം. നമുക്ക് WDV അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 278 lakh ആണ്. അത് നമ്മൾ 140 lakhനാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ടോ? ഇല്ല, ക്യാപിറ്റൽ ലോസ് ആണ്. എത്ര ക്യാപിറ്റൽ ലോസ്? 278 140 ആയിട്ടുള്ള ഡിഫറൻസ് ക്യാപിറ്റൽ ലോസ് ആണ്. ആ ക്യാപിറ്റൽ ലോസിൻ്റെ പുറത്ത് ടാക്സ് ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് എന്താണ്? ടാക്സ് അഡ്വാൻറ്റേജ് ആണെന്നാണ് അർത്ഥം. കാരണം അതവിടെ ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, അപ്പോൾ പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല. പക്ഷേ ക്യാപിറ്റൽ ലോസ് ഉണ്ട്. ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്താ? ആ ക്യാപിറ്റൽ ലോസ് വേറെ ഏതെങ്കിലും ക്യാപിറ്റൽ ഗെയിനുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ക്യാപിറ്റൽ ലോസ് വരുന്നുണ്ട്. ക്യാപിറ്റൽ ലോസിൻ്റെ പുറത്തൊരു ടാക്സ് അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എത്രയാണ് ലോസ്? 138 lakh ലോസ് ആണ്. അപ്പോൾ അതിൻ്റെ 15% നമുക്ക് ടാക്സ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ആ ടാക്സ് അഡ്വാൻറ്റേജ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനെ പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരാം. അത് 5ാമത്തെ വർഷത്തിലെയാണ് ആ ടാക്സ് അഡ്വാൻറ്റേജ്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഒരു 10.81 lakh കൂടെ ഉണ്ട്. അതും കൂടെ ചേർത്ത് വേണം നമ്മൾ NBV വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ ഇൻ്ററിമിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 വർഷത്തെ ഇൻ്ററിം പ്രസൻറ്റ് വാല്യൂ. ഇനി അതിനകത്തൊരു 150 lakh വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവറി 5ാമത്തെ വർഷത്തിൽ വരുന്നുണ്ട്. പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഒരു 140 lakh ഉണ്ട്. പ്ലസ് നമുക്കൊരു ടാക്സ് അഡ്വാൻറ്റേജ് ഓൺ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ വരുന്നത്. ആ ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ എടുക്കുക. ഔട്ട്ഫ്ലോ 1000 lakh നമ്മൾ ആദ്യമേ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് NBV വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇനിയൊപ്പം ഇതിനകത്ത് IRR ചോദിച്ചിട്ടുണ്ട്. നമുക്കത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് IRR വർക്കൗട്ട് ചെയ്യാം. പിന്നെ അതിനൊപ്പം ഡിസറബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ചോദിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ബൈ ഔട്ട്ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ PI കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു നോർമൽ ക്വസ്റ്റ്യൻ. അതിനകത്ത് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് വരുന്നുണ്ട്. ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിൻ്റെ പുറത്ത് നമ്മൾക്കൊരു ടാക്സ് അഡ്വാൻറ്റേജ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പോയിന്റാണ് നമുക്കവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് നിർമോഹ് ലിമിറ്റഡ് വാണ്ട്സ് ടു അവെയിൽ ഷോർട്ട് ടേം ലോൺ ഫ്രം ബാങ്ക്. However, bank grants short-term loan by keeping collateral in the form of accounts receivables. A bank is analyzing the receivables of Nirmo Limited to identify the acceptable collateral for a short-term loan. ഇവിടുത്തെ കേസിൽ റിസീവബിൾസ് മാനേജ്മെൻറ്റിൽ നിന്നാണ് ചോദ്യം. നമ്മുടെ കമ്പനി നിർമോ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവർ ഒരു ഷോർട്ട് ടൈം ലോൺ അവെയിൽ ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, ബാങ്കിൽ നിന്ന് ഷോർട്ട് ടൈം ലോൺ എടുക്കാൻ നോക്കുന്നു. പക്ഷേ ഈ ഷോർട്ട് ടൈം ലോണിന് കൊളാറ്ററലായിട്ട് സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ റിസീവബിൾസ് ആണ്. പ്രാക്ടിക്കലി എങ്ങനെയാണ്? കമ്പനികൾ അവരുടെ സ്റ്റോക്കോ റിസീവബിൾസോ ആയിരിക്കും ഈ ഷോർട്ട് ടൈം ലോൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എടുക്കാനായിട്ട് സെക്യൂരിറ്റി ആയിട്ട് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്ക് നമ്മളുടെ റിസീവബിൾസ് ഇവാലുവേറ്റ് ചെയ്യാണ്. ഇനി കറണ്ട് പോളിസി ഓഫ് കമ്പനി ഈസ് 3/10 net 40 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമ്മുടെ റിസീവബിൾസിൻ്റെ ക്രെഡിറ്റ് പീരീഡ് 3/10 net 40 ആണ്. നമ്മൾ മാക്സിമം ക്രെഡിറ്റ് പീരീഡ് 40 days ആണ്. 10 days പേയ്മെൻറ്റ് കൊടുത്താൽ നമ്മൾ 3% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാങ്ക് വിൽ ലെൻഡ് ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 90% ഓഫ് അക്സെപ്റ്റബിൾ റിസീവബിൾസ് അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 12% ഓൺലി ഇഫ് ബോത്ത് ദ കണ്ടീഷൻസ് മെൻഷൻ ബിലോ ആർ ഫുൾഫിൽ. ബാങ്ക് വിൽ കീപ്പ് എ റിസർവ് ഓഫ് 5% ഫോർ ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് റിട്ടേൺ. അപ്പോൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ ബാങ്ക് ലെൻഡ് ചെയ്യുന്നത് അക്സെപ്റ്റബിൾ റിസീവബിൾസിൻ്റെ 90% ആണ് വിത്ത് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 12%. അപ്പോൾ 12% ഇൻട്രസ്റ്റിൽ നമ്മുടെ അക്സെപ്റ്റബിൾ റിസീവബിൾസിൻ്റെ 90% ബാങ്ക് ലെൻഡ് ചെയ്യും. ഇനി എന്താണ് അക്സെപ്റ്റബിൾ റിസീവബിൾസ്? പക്ഷേ കണ്ടീഷൻ ഉണ്ട്. ഓൺലി ഇഫ് ബോത്ത് ദ കണ്ടീഷൻ മെൻഷൻ ബിലോ ആർ ഫുൾഫിൽ. 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ആ 2 കണ്ടീഷനും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റബിൾ റിസീവബിൾസിൻ്റെ 90% 12% ഇൻട്രസ്റ്റ് റേറ്റിൽ ലെൻഡ് ചെയ്യും. ആൻഡ് ബാങ്ക് വിൽ കീപ്പ് എ റിസർവ് ഓഫ് 5% ഫോർ ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് റിട്ടേൺ. മാത്രമല്ല ബാങ്ക് അതും ഫുള്ള് ഇത് ചെയ്യത്തില്ല. അതിൻ്റെ ഒരു 5% അവർ റിസർവ് ആയിട്ട് കുറയ്ക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 90% അവർ ലെൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. 1, കസ്റ്റമേഴ്സ് ആർ നോട്ട് കറൻ്റ്ലി ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 5 days ടു ദ നെറ്റ് പീരീഡ്. കസ്റ്റമേഴ്സ് ഇപ്പോൾ ഓവർ ഡ്യൂ ആവാൻ പാടില്ല ഫോർ മോർ ദാൻ 5 days ടു നെറ്റ് പീരീഡ്. ഇപ്പോഴത്തെ നെറ്റ് പീരീഡ് എത്ര? 40 days ആണ്. കാരണം 3/10 net 40 ആണ് നമ്മുടെ ക്രെഡിറ്റ് പീരീഡ്. മാക്സിമം നമ്മൾ 40 days ആണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ആ 40 days കഴിഞ്ഞ് ഓവർ ഡ്യൂ 5 ദിവസത്തിൽ കൂടാൻ പാടില്ല. എന്ന് വെച്ചാൽ 45 days കൂടാൻ പാടില്ല. മനസ്സിലാവോ? അപ്പോൾ നമ്മുടെ നെറ്റ് പീരീഡ് 40 ആണ്. അപ്പോൾ 40ക്കാൾ 5 days കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 45 days കൂടുതൽ ഓവർ ഡ്യൂ ആവാൻ പാടില്ല. നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് 45 days കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇവർ എലിജിബിൾ ആവില്ല. 2, ആവറേജ് ഏജിങ് എന്ന് പറയുന്നത് ഏജിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് റിസീവബിൾസിൻ്റെ. അത് ഓഫ് ദ കസ്റ്റമർ ഷുഡ് നോട്ട് എക്സീഡ് 15 days പാസ്റ്റ് ദ നെറ്റ് പീരീഡ്.
നെറ്റ് പീരീഡ് കഴിഞ്ഞ് 15 ദിവസത്തിൽ കൂടുതൽ ഏജിങ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ നെറ്റ് പീരീഡ് 40 ആണ്. 40 കഴിഞ്ഞ് 15 ദിവസം എന്ന് പറയുമ്പോൾ 55 ഡേയ്സ് ആണ്. അപ്പോൾ 55 ഡേയ്സിൽ കൂടുതൽ ഏജിങ് വന്നാലും നമ്മൾ എലിജിബിൾ ആവത്തില്ല. ഇഫ് എനി ഓഫ് ദ എബോവ് കണ്ടീഷൻസ് ആർ നോട്ട് ഫുൾഫിൽ, ബാങ്ക് വിൽ ലെൻഡ് 65% ഓഫ് ദ റിസീവബിൾ സബ്ജക്ട് ടു റിസർവ് ഓഫ് 15% ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി ചാർജ്ഡ് അറ്റ് 15% ഓൺ സച്ച് അക്കൗണ്ട്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് നേരത്തെ പറഞ്ഞ പോലെ 90% ഫണ്ട് ചെയ്യത്തില്ല, 65% ഫണ്ട് ചെയ്യത്തുള്ളൂ. ആൻഡ് സബ്ജക്ട് ടു റിസർവ് ഓഫ് 15%. റിസർവ് നേരത്തെ 5% ആണ് വെച്ചെങ്കിൽ ഇനി മുതൽ 15% റിസർവ് വെക്കും. ഇൻട്രസ്റ്റ് റേറ്റ് നേരത്തെ 12% ആയിരുന്നെങ്കിൽ അത് 15% ആവുകയും ചെയ്യും. കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ഈസ് 25%. ഓൺ ദ സ്ക്രൂട്ടിനി ഓഫ് ഓൾ ദ റിസീവബിൾസ് ഫോളോയിങ് ആർ അക്സെപ്റ്റബിൾ റിസീവബിൾസ് കൺസിഡേർഡ് ഫോർ ലെൻഡിങ്. അപ്പോൾ നമുക്ക് അവിടെ അക്സെപ്റ്റബിൾ റിസീവബിൾസ് ലെൻഡിങ്ങിന് എലിജിബിൾ ആയിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ചോദ്യം, യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട് ലെൻഡ് ബൈ ദ ബാങ്ക് ആൻഡ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കോസ്റ്റ് ടു ദ കമ്പനി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാങ്ക് മാക്സിമം എത്ര രൂപ ലെൻഡ് ചെയ്യും, അതിൻ്റെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇത് ഒരു ഫ്രഷ് ക്വസ്റ്റൻ ആണ്, പക്ക ഫ്രഷ് ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഇതുവരെ അതിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടില്ല, ഇങ്ങനെ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ന്യൂ എന്ന് പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ട് നോക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമ്മൾ റിസീവബിൾസ് മാനേജ്മെൻറ്റിനകത്തെല്ലാം ക്രെഡിറ്റ് പോളിസി വാല്യുവേഷൻ ആണെങ്കിലും ഫാക്ടറിങ് ആണെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ നമ്മളിത് എവിടെയും കണ്ടിട്ടില്ല. കംപ്ലീറ്റ്ലി ന്യൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, പക്ഷേ വലിയ സംഭവമൊന്നുമില്ല, നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കിയാൽ മാത്രം മതി. സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാങ്ക് ഈ തന്നേക്കുന്ന റിസീവബിൾസ് ഇപ്പോൾ 50,000 DR1 എന്ന് പറയുന്ന ആളുടെ എമൗണ്ട് 50,000 രൂപയാണ്. ഈ 50,000ൻ്റെ 90% ഫണ്ട് ചെയ്യും. 5% റിസർവ് കുറച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ 90% ഫണ്ട് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് 12% ആയിരിക്കും. പക്ഷേ 2 കണ്ടീഷനുണ്ട്. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 2 കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് അത് 45 ഡേയ്സിൽ കൂടുതൽ ഓവർഡ്യൂ ആവാൻ പാടില്ല. 2, ഏജിങ് എന്ന് പറയുന്നത് 55 ഡേയ്സിൽ കൂടാനും പാടില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അവർ 90% ഫണ്ട് ചെയ്യത്തില്ല, 65% ഫണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ നോക്കുക. നെറ്റ് പീരീഡ് കഴിഞ്ഞ് 5 ദിവസത്തിൽ കൂടുതൽ ഓവർഡ്യൂ ആവാൻ പാടില്ല. നെറ്റ് പീരീഡ് 40 ആണ്. 40-നകത്ത് 5 ദിവസം കഴിഞ്ഞാൽ 45 ഡേയ്സ് ആണ്. അപ്പോൾ 45 ഡേയ്സിൽ ഓവർഡ്യൂ ആയി കഴിഞ്ഞേക്കുന്ന അക്കൗണ്ടുകൾ നോക്കി. ഇപ്പോൾ DR1 37 ആണ്, 45 കൂടുന്നില്ല. പക്ഷേ ഇവിടെ DR3 47 ആണ്. അപ്പോൾ DR3 എലിജിബിൾ അല്ല. പിന്നെ 45-ൽ കൂടുന്നത് DR7 ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത 2 അക്കൗണ്ട്സ് ആണുള്ളത്. ഒന്ന് DR3-യും 2 DR7-ഉം. ഈ DR3-ക്കും DR7-നും 90% ഫണ്ടിങ് കിട്ടത്തില്ല, അവർക്ക് 65% കിട്ടും, മാറി. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ഏജിങ് 15 ദിവസത്തിൽ കൂടുതൽ എക്സീഡ് ചെയ്യാൻ പാടില്ല, 40 ഡേയ്സ് കഴിഞ്ഞ്. അപ്പോൾ 55 ഡേയ്സിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. 56 ഡേ കിടക്കുന്ന ഒരാൾ ഇവിടെ കിടപ്പുണ്ട്, DR4. അപ്പോൾ DR4-ന് 90% ഫണ്ട് കിട്ടത്തില്ല. പിന്നെ 56 ഡേയ്സിൽ കൂടുന്നത് 75 ഡേ വന്ന DR10 ആണ്. അപ്പോൾ DR10-നും കിട്ടത്തില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് DR3 ഉണ്ട്, DR7 ഉണ്ട്. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് DR4 ഉണ്ട്, DR10 ഉണ്ട്. അപ്പോൾ ഈ 4 അക്കൗണ്ട്സിനും 90% ഫണ്ടിങ് കിട്ടത്തില്ല. എത്ര കിട്ടും? 65 കിട്ടും. ബാക്കിയുള്ളവർക്കെല്ലാം 90% ഫണ്ടിങ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യാം. DR1 മുതൽ DR10 വരെയുള്ള ആളെടുത്തു. അതിൽ DR3 സെക്കൻഡ് കണ്ടീഷനിലോട്ട് പോവും, DR4 സെക്കൻഡ് ഇതിലോട്ട് പോവും, DR7 ആൻഡ് DR10. ഞാൻ നേരത്തെ പറഞ്ഞ 4 അക്കൗണ്ട്സുകൾക്ക് 90% ഫണ്ടിങ് കിട്ടത്തില്ല. എത്ര കിട്ടൂ? 65% ഫണ്ടിങ്ങേ കിട്ടത്തുള്ളൂ. ഇവർക്ക് 90% ഫണ്ടിങ് കിട്ടും, ബാക്കിയുള്ളവർക്കെല്ലാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്തു 4,54,000 ഉണ്ട്. ബാക്കി ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറിക്കകത്ത് എല്ലാം കൂടെ 2,48,000 ഉണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് ആദ്യം റിസർവ് മൈനസ് ചെയ്യണം. ഫസ്റ്റ് കാറ്റഗറിക്ക് റിസർവ് 5% ആണ്, സെക്കൻഡ് കാറ്റഗറിക്ക് റിസർവ് 15% ആണ്. അപ്പോൾ നേരെ നമ്മൾ 5%ഉം 15% മൈനസ് ചെയ്തു, ബാക്കി നെറ്റ് എമൗണ്ട് എടുത്തു. അതിൻ്റെ 90% ആണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. ഇവിടെ അതിൻ്റെ 65% ആണ് ലോൺ കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ടോട്ടൽ ലോൺ എത്രയാണെന്ന് കിട്ടും. 388-ഉം 137-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 525 ആണ് നമ്മുടെ ടോട്ടൽ ലോൺ അമൗണ്ട്. ഇനി ഇൻട്രസ്റ്റ് കോസ്റ്റ് പറഞ്ഞു. ആദ്യത്തെ 90% ഫണ്ട് ചെയ്യുന്ന കേസിൽ നമ്മുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് 12% ആണ്, രണ്ടാമത്തേനകത്ത് 15% ആണ്. അപ്പോൾ ആദ്യത്തെ ലോൺ എമൗണ്ട് 388-ന് 12% ഇൻട്രസ്റ്റ്, രണ്ടാമത്തെ 137-ന് 15% ഇൻട്രസ്റ്റ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇനി എഫക്റ്റീവ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ എടുത്ത ലോൺ എത്ര, അതിന് നമ്മൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്ര. പിന്നെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കാനുള്ളത് ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. ക്വസ്റ്റിനകത്ത് ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്, 25% ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടും, കാരണം അത് നമ്മളെ സംബന്ധിച്ചൊരു സേവിങ്സ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് ടാക്സ് അഡ്വാൻറ്റേജ് മൈനസ് ചെയ്തതിന് ശേഷം ബാക്കിയാണ് നമ്മുടെ യഥാർത്ഥ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എമൗണ്ട് ചെയ്താൽ നമ്മളുടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് കോസ്റ്റും കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നല്ലൊരു ക്വസ്റ്റൻ ആണ്, എക്സലൻറ്റ് ക്വസ്റ്റൻ ആണ്, നോക്കി വെക്കുക. ഇത് അതുപോലെ റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എങ്കിൽ പോലും
നോക്കി വെക്കുക, ചിലപ്പോൾ വേണമെങ്കിൽ ചോദിച്ചേക്കാം, കംപ്ലീറ്റ്ലി ഫ്രഷ് ആയ ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട്. ഇനി 2 തിയറി ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്. റോള് എമർജിങ് ഇഷ്യൂസ് അഫക്റ്റിംഗ് ദ ഫ്യൂച്ചർ റോൾ ഓഫ് എ CFO, പിന്നെ 4 മെത്തേഡ്സ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, നമുക്കറിയാം 4 മെത്തേഡ് ഏതൊക്കെയാണെന്നല്ലേ. പിന്നെ ഡു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആൻഡ് NBV ക്രൈറ്റീരിയ ഓഫ് ഇവാലുവേറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ലീഡ് ടു സെയിം അക്സെപ്റ്റൻസ് റിജക്റ്റൻസ് റാങ്കിങ് ഡിസിഷൻ. ഇല്ല. ഇൻ വോട്ട് സിറ്റുവേഷൻ വിൽ ദേ ഗീവ് കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട്. നമുക്കറിയാം പ്രൊപ്പോർഷനേറ്റ് വാല്യൂ കാണാനാണ് PA യൂസ് ചെയ്യുക. NBV ഒരു അബ്സല്യൂട്ട് റിസൾട്ടാണ് തരുന്നത്. അപ്പോൾ അത് കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട് ഏതൊക്കെ സെനാരിയോയിൽ വരും എന്നൊക്കെ ഉള്ളത് നമുക്കറിയാവുന്ന കേസുകളാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് നമ്മുടെ RTPയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ ഏറ്റവും കെയർഫുൾ ആയിട്ട് നോക്കേണ്ടത് 2 ക്വസ്റ്റ്യനാണ്. ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ ചെയ്തു നിർത്തിയ ക്വസ്റ്റ്യൻ, പിന്നുള്ളത് ആദ്യത്തെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം നമ്മൾ കണ്ട സെയിം പാറ്റേൺ റിപ്പീറ്റഡ് നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾ കെയർഫുള്ളി ഇവാലുവേറ്റ് ചെയ്യേണ്ട 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന കേസിലുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.